നമുക്ക് സഭാപ്രസംഗികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ കേൾക്കാം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ നിൽക്കും. പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. ദൈവം തൻ്റെ ആലോചനയാൽ നമ്മുടെ ജീവിതത്തെ നടത്തുവാൻ ഇടയായിത്തീരും. തൻ്റെ പ്രവൃത്തിയാൽ നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ ഒന്നാമതായിട്ട് ഞാൻ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മീതെ എറിയുക, ഏറിയ നാൾ കഴിയുന്നതും നിനക്കത് തിരിച്ചു കിട്ടും എന്ന് വചനത്തിൽ പറയുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ നിങ്ങൾ ഈ വചനം വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, എൻ്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മീതെ എറിയുക, ഏറെ നാൾ കഴിഞ്ഞിട്ട് അത് നിനക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ രീതിയിൽ നമുക്കറിയാം, അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വേണേൽ ബ്രെഡ് എന്നൊക്കെ വേണേൽ പറയാം. ഇത് വെള്ളത്തിൻ്റെ മീതെ എറിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? കുതിർന്ന് വെള്ളത്തിലോട്ട് അലിഞ്ഞു ചേരും. പിന്നെ നമുക്കതൊരിക്കലും കാണാൻ കഴിയത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനൊരു വാക്ക് അവിടെ പറയാൻ കാരണം? യഥാർത്ഥത്തിൽ സഭാപ്രസംഗം ഇത് പറയുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തിൽ നൈൽ നദിയുടെ തീരത്ത് യഹൂദൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും നമുക്കറിയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള പറമ്പിലും നമ്മുടെ ചുറ്റുവട്ടവും ഒക്കെ ഇങ്ങനെ വെള്ളം എന്ത് ചെയ്യും? എല്ലാ വീടുകളുടെ അല്ല, ചില വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളുടെയൊക്കെ ഏരിയയിലൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ വീടിൻ്റെ അകത്ത് വരെ വെള്ളം കയറി വരും. എന്നാൽ വീടിൻ്റെ അകത്തും ചുറ്റുവട്ടവും ഒക്കെ വെള്ളം വന്നാലും നമുക്ക് അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും മുറ്റം എവിടെയാണ്, തോട് എവിടെയാണ്, കര എവിടെയാണ്, വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്നതെങ്കിലും നിങ്ങൾക്കൊരു കണക്കുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളമുണ്ടല്ലേ? കരകവിഞ്ഞൊഴുകുവാണെങ്കിലും ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇന്നത് പറമ്പാന്നും ഇന്നത് തോടാന്നും നമുക്ക് മുഴുവൻ കാണാൻ പറ്റത്തില്ലെങ്കിലും ഏകദേശമുണ്ട്. അത് ഓരോ ദിവസം കഴിയുമ്പോൾ ആ വെള്ളം ഇങ്ങനെ താന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളം താഴ്ന്നു വരുന്ന സമയത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു സംഭവം ഉണ്ട്. അവിടെ അപ്പോൾ നല്ല കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അതിൻ്റെ ഒരു ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞാൽ വിത്തെന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പമല്ല, വിത്താണ്, സീഡെന്നാണ് കൊടുത്തേക്കുന്നത്. ഈ വെള്ളം ഇങ്ങനെ താന്ന് നൈലതിയിൽ ഇങ്ങനെ താന്ന് വരുന്ന സമയത്ത് ഏകദേശം വെള്ളം വറ്റിത്തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, ആദ്യമൊക്കെ മുട്ടോളോ അരയോളോ ഒക്കെ വെള്ളം നിന്ന സ്ഥലത്ത് അത് താഴുന്ന സമയത്ത് പയ്യെ തെളിഞ്ഞ് വരാനിടയായിത്തീരും. അപ്പോൾ പയ്യെ ആ തോടും കരയൊക്കെ തമ്മിൽ ഇങ്ങനെ വേർപെട്ട് വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അത് വെള്ളം താന്ന് വരുന്ന സമയത്ത് ഒരു നനവുണ്ടല്ലോ അടിയിൽ, അതിലേക്ക് ഇങ്ങനെ വിത്ത് വലിച്ചെറിയും. ഈ വിത്ത് എന്തിനാണ് വലിച്ചെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ കുറച്ച് കഴിയുമ്പോൾ താന്ന് കരയും തോടും ആ കാണുന്ന നൈൽ നദിയൊക്കെ ഇങ്ങനെ വേർപെട്ട് ഏകദേശം അത് ഒരു സ്വാഭാവിക തലത്തിലേക്ക് വരുന്ന സമയത്ത് ആ മണ്ണ് അവിടെ നനഞ്ഞു കിടക്കും. അതായത് നമ്മൾ പറയത്തില്ല, ആ വെള്ളം കയറിയോടുത്ത് ഒരു നനവ് എപ്പോഴും കാണും. വെള്ളം ഇറങ്ങിയാലും ഒരു നനവുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇറങ്ങി താന്ന് വരുന്ന സമയത്ത് അവിടെ വെള്ളമുണ്ട്, വെള്ളം പോയിട്ടില്ല, വെള്ളം താന്ന് വരുന്ന സമയത്ത് ഒരു വലിച്ചു വിത്തുകൾ എറിയും. ഈ എറിഞ്ഞ വിത്ത് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെള്ളം താന്ന് വലിഞ്ഞ് പഴയതുപോലെ നൈൽ നദിയിലോട്ട് ചേർന്ന് കരയും തോടും അല്ലെങ്കിൽ നദിയും തമ്മിൽ വേർപെട്ട് കിടക്കുന്ന സമയത്ത് ഈ വീണ വിത്തുകൾ പയ്യെ മുള പൊട്ടി ഇങ്ങനെ പുറത്തു വരും. ഇത് കണ്ടിട്ടാണ് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത്, നിന്റെ അപ്പത്തെ അല്ലെങ്കിൽ നിന്റെ വിത്തിനെ വെള്ളത്തിൻ്റെ മീതെ എറിയുക. ഏറിയ നാൾ എന്ന് പറഞ്ഞാൽ ആ വെള്ളം താന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? വിത്തിന് പകരം മുള പൊട്ടി പുറത്തേക്ക് വരും. ആ മുളയിൽ നിന്നും നിനക്ക് കൊയ്തെടുക്കുവാൻ തക്കതായിട്ടുള്ള രീതിയിൽ നന്മ പുറത്തു വരും. ഇത് കണ്ടിട്ടാണ് സഭാപ്രസംഗി ഈ വാക്യം പറഞ്ഞിരിക്കുക. അപ്പം നമ്മളുമായിട്ട് എന്താ ഈ ബന്ധം? നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ലൂക്കോസ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനം വിത്താണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു കരയും കാണാതെ, മുന്നോട്ട് ഒരു ഭാവിയും കാണാതെ നിങ്ങളിങ്ങനെ കര കവിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയല്ലേ? ബ്രദർ, എനിക്ക് ഒരു വഴിയും കാണാൻ പറ്റുന്നില്ല, മൊത്തവും ഇങ്ങനെ താന്ന് കിടക്കുന്ന ഒരവസ്ഥ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ തമ്പുരാൻ സ്പർശിക്കുന്നു. ഈ മാസം തീരുന്നതിൻ്റെ അകത്ത് സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതിനോട് ദൈവാത്മാവ് പറയുന്നു. സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എന്നെ കാണുന്ന സുഭാഷിൻ്റെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. ഈ വാചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിലയില്ലാ കയത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ വ്യക്തിയുമായിട്ട് ആരാണോ ബന്ധപ്പെട്ടത് ഞാൻ മ്യൂട്ട് മാറ്റുകൊണ്ട്, സൂമിലുണ്ടെങ്കിൽ പ്രതികരിച്ചോണം. സുഭാഷിനെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്.
യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഈ നിമിഷം തന്നെ കർത്താവ് വലിയൊരു പ്രവൃത്തി അവിടെ ഉണ്ടാവുകയാണ്. എനിക്കറിയത്തില്ല യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ആരാണെന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റെടുത്തു. ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഇന്ന് പോയി പറയണം, കർത്താവ് നിൻ്റെ കുടുംബത്തെ... ആരാ മ്യൂട്ട് മാറ്റിയത് പറയാനാണോ? ക്ലിയർ അല്ല. ആ വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് വലിയൊരു പ്രവൃത്തി അവിടെ ചെയ്യാൻ വേണ്ടി പോവാം. ആമേൻ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ്, പക്ഷേ കര കാണാൻ പോവാണ്, മുളയ്ക്കാൻ പോവാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. വലിയൊരു നന്മ കുടുംബത്തിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ തിരുവചനത്തിൽ പറയുകയാണ്, നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മീതെ എറിയുക, വിത്തിനെ വെള്ളത്തിൻ്റെ മീതെ എറിയുക, ഏറെ നാൾ കഴിഞ്ഞിട്ട് അത് തിരിച്ചു വരും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറയുന്ന വചനം, ബ്രദറെ എനിക്ക് ഒരു വഴിയും കാണുന്നില്ല ബ്രദറെ, പലരും പറയുന്നൊരു വാക്കാണ്, ബ്രദറെ ഒരു വഴിയും കാണുന്നില്ല ബ്രദറെ, മൊത്തം ഇങ്ങനെ അടയപ്പെട്ടതുപോലെ എനിക്ക് തോന്നുക. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലൊരവസ്ഥയാണ്. നൈലിങ്ങനെ കവിഞ്ഞൊഴുകുക, നൈൽ നദി ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന സമയത്ത് അവിടെ ഒന്നും കാണാൻ പറ്റില്ല, എല്ലാം മൂടപ്പെട്ട ഒരവസ്ഥയാണ്. ആ നദി ഇങ്ങനെ മൂടപ്പെട്ട് കിടക്കുക. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചിലപ്പോൾ നൈൽ എന്നുള്ളത് ചിലപ്പം പേര് ഞാൻ കുറേ നാൾ മുമ്പ് വായിച്ചൊരു വാക്യമാണ്, അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത് സഭാപ്രസംഗം നമ്മൾ എടുത്തപ്പോൾ ഞാനിതെടുത്താണ് റെഫറൻസ്. എനിക്ക് തോന്നുന്നത് നൈൽ നദിയെന്ന് എനിക്ക് തോന്നുന്നത്, എന്തോ ആണെങ്കിലും നദിയാണ്. ആമേൻ. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇവർ ഈ വിത്ത് എറിയുന്ന സമയത്ത് ഇവർക്കൊരു ഉറപ്പുണ്ട്, ഈ വെള്ളം താന്നു കഴിഞ്ഞാൽ മുള പൊട്ടി പുറപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് അവരുടെ പ്രത്യാശ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങൾ എത്ര ഉയർന്നു നിന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് വിത്ത് എറിഞ്ഞോണ്ടേ ഇരിക്കുക, അതായത് വചനം പറഞ്ഞോണ്ടേ ഇരിക്കുക. എത്ര നാൾ നിങ്ങളുടെ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും? ഇതൊരു നദി പോലെയാ. ഇത് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ഒഴുക്ക് നിൽക്കും, കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ശക്തി നിലയ്ക്കും, ഇത് താഴാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾ പറഞ്ഞ വചനം മുളച്ചു വരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇത് മുളച്ചു വരുവാൻ തുടങ്ങുമ്പോഴാണ് ഈ വചനക്കാരൻ പറഞ്ഞേക്കുന്നത്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഹല്ലേലൂയ. അത് കിട്ടും. ഇനി താഴേക്കുള്ള വാക്യം ശ്രദ്ധിച്ചോണം. ഇപ്പം ഇനി ഇതിനെ ആത്മീയമായിട്ട് താഴേക്ക് പറഞ്ഞു വരുന്ന സമയത്ത് പറയുകയാണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് അതേ വാക്യത്തിൽ തന്നെ കാണാൻ പറ്റും. ഓരോ വാക്യങ്ങൾ എന്നിട്ട് ഇങ്ങനെ താഴേക്ക് വായിച്ചു വരുന്ന സമയത്ത് 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നില്ല. ഇവിടെ രണ്ടാമത് പറയുകയാണ്, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നുമില്ല. അതായത് നമ്മൾ ഒരു സീസണെ നോക്കണ്ട. ആമേൻ. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നില്ല. അപ്പോൾ അതായത് നിങ്ങൾ സീസൺ നോക്കണമെന്നല്ല, നമ്മൾ ഈ ദിവസങ്ങളിൽ വചനം വിത്താകുന്ന വചനം എറിയുന്ന സമയത്ത്, ഇപ്പോൾ ചിലർ പറയാറുണ്ട്, ബ്രദറെ കൃഷി ചെയ്യുന്നതിനൊരു സമയമുണ്ടല്ലോ, കൃഷി ചെയ്യാൻ വേണ്ടി ഒരു സമയമുണ്ട്, നമ്മൾ അതും ഇതുമൊക്കെ നോക്കി കാലാവസ്ഥയൊക്കെ നോക്കി നിൽക്കണം. നമ്മുടെ കാലാവസ്ഥ എന്നാണെന്നറിയോ? വചനം പറയുവാൻ പ്രതിസന്ധിയുടെ കാലാവസ്ഥ. എല്ലാം അനുകൂലമാകുന്ന സമയത്തല്ല വചനം പറയേണ്ടത്. പ്രതിസന്ധി സമയമാണ്. കറക്റ്റ് സമയത്ത് ഈ വിത്ത് വിതച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിത്ത് കൊയ്തെടുക്കുവാൻ കർത്താവിൻ്റെ കൃപയാൽ ഇടയായിത്തീരും. ഈ വിത്ത് കൊയ്തെടുക്കുവാൻ കർത്താവിൻ്റെ കൃപയാൽ ഇടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ കൂടെ എല്ലാവരും ആമേൻ പറഞ്ഞ്. ആമേൻ. ഹല്ലേലൂയ. ഇനി 5-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഒരു പുതിയ നിയമ വിശ്വാസി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റിലേക്ക് എത്തുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കാറ്റിന്റെ ഗതിയെപ്പറ്റി പറഞ്ഞിട്ട് പറയാണ്, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും പറഞ്ഞു. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരാമേൻ പറഞ്ഞേ. അപ്പൊ ഇവിടെ വചനം പറയാണ്, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലത്തെ ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ശ്രദ്ധിച്ചോണം.
വചനം പറയുകയാണ്, കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകേണ്ടത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ. നമുക്കിന്നേ വരെ നമുക്കറിയാം, ലോകത്തിൽ എത്ര വലിയ മനുഷ്യൻ വളർന്നെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മറ്റൊരു മനുഷ്യ രൂപം അല്ലെങ്കിൽ ഒരു ജീവൻ ഉളവാകുന്നത് ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെയും ചിന്തയിൽ അസാധ്യമാണ്. നമുക്ക് വേണേൽ പറയാൻ പറ്റും, പുരുഷനും സ്ത്രീയും ചേരുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് ശാസ്ത്രീയപരമായിട്ട് അതിന് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ജീവൻ ഉളവാകണമെങ്കിൽ പലപ്പോഴും നമുക്കറിയാം, ലോകം പറയാറുണ്ട് ഇന്ന ചികിത്സയിലൂടെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു തലമുറ ഉണ്ടാകാറുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി പ്രാർത്ഥനയ്ക്ക് വന്നു. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും തലമുറ ഉണ്ടാകുന്നില്ല. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുറേ വർഷങ്ങൾ അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു, കുഞ്ഞുണ്ടാകുന്നില്ല. വളരെ ഭാരപ്പെട്ട് വളരെ സങ്കടപ്പെട്ട് ആ സഹോദരി ഇനി പോകാൻ ഒരു സ്ഥലവുമില്ല. ഒടുവിൽ ആ ഒരു സഹോദരി തീരുമാനമെടുത്ത് ഇനി കാശ് കളയാനില്ല. കാശ് കളയില്ലെന്നല്ല, കാശ് കളഞ്ഞ് മടുത്തു. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇപ്പം കുഞ്ഞിനെ കിട്ടുമെന്ന് വിചാരിച്ചാണ് എല്ലാ ട്രീറ്റ്മെൻറ്റും ആരംഭിച്ചത്. പക്ഷേ ഒന്നും ഫലമായില്ല. വർഷങ്ങൾ അതിൻ്റെ പുറകെ നടന്നു, ഒന്നും ഫലമായില്ല. അവസാനം ഈ സഹോദരി കറങ്ങി തിരിച്ച് ആരോ പറഞ്ഞു അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, അവിടെ വന്നു. അന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ സഹോദരി നോക്കിയിട്ട് ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്ന നീ ലജ്ജിച്ചു പോകത്തില്ല. അപ്പോൾ അത്രയും ആൾക്കാരിരിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്നു കൊണ്ട് ഈ സഹോദരി അവിടെ നിന്നുകൊണ്ട് എണീറ്റ് നിന്നുകൊണ്ട്, ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്, എണീറ്റ് നിന്നുകൊണ്ട് ഈ സഹോദരി അവിടെ നിന്നുകൊണ്ട് ഭയങ്കര കരച്ചിലോടെ അതിനെ കൈയടിച്ച് ആമേൻ പറയുക. അപ്പോൾ അതിന് ശേഷം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഇന്നത്തെ ഈ വചനം എന്നോടുള്ള ആലോചന പോലെ ഞാൻ ഏറ്റെടുക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഇന്ന പോലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒരു ഫലം ഉണ്ടായില്ല, കുറേ കാശ് പോയി, അവസാനം മടുത്തു ആളുകളുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ ഒത്തിരി സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് മടുത്തിരുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ആ വചനം കേട്ടപ്പം എന്തോ ഒരു സന്തോഷം. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് എണീറ്റ് നിന്ന് ആമേൻ പറഞ്ഞ് അതിനെ ഏറ്റെടുത്ത് ബ്രദറെ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ബ്രദർ എനിക്ക് വലിയ സന്തോഷം, എനിക്കറിയത്തില്ല, അത് കേട്ടപ്പം മുതൽ ഞാനതിനെ ആമേൻ പറഞ്ഞിട്ടെടുത്ത മുതൽ വലിയ സന്തോഷം. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ ഞാൻ പ്രഗ്നൻ്റ് ആയി. വലിയൊരു അത്ഭുത സാക്ഷി, ഒരു ആൺതലമുറയെ കർത്താവ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പം മെഡിക്കൽ സയൻസിന് പരിധിയുണ്ട്. ദൈവം തുറന്നാൽ മാത്രമേ ഒരു ഉദരത്തിൽ ജീവൻ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്, കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ, അതായത് ഒരു തലമുറ, ഒരു ജീവൻ, മനുഷ്യരൂപം ഉളവാകുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ. നമ്മൾ പറയുന്നത് പോലെ സയൻസിൻ്റെ ഈ പറയുന്നത് പോലെ കൂടിക്കാഴ്ചകളെ പറ്റി അല്ല ഞാനീ പറഞ്ഞത്. ഒരു ജീവൻ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ജീവൻ ഉളവാകുന്നത് ദൈവത്തിൻ്റെ കരത്തിലാണ്. എത്ര നമ്മൾ തലപോകം ചിന്തിച്ചാലും ബൈബിൾ പറയുന്ന കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇമ്മാനുവൽ എന്ന് പേരിടണം, ദൈവം നമ്മോട് കൂടെ. യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നേ വരെ ഒരു സയൻസിനും അത് കണ്ടെത്താൻ കഴിയത്തില്ല. ഒരു കന്യക ഗർഭിണിയാകുന്നത്, ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെ നീ അറിയാത്ത പോലെ സകലത്തെ ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അറിയുന്നില്ല. എൻ്റെ കൂടെ എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ അറിയുന്നു എന്ന് പറ. ആമേൻ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയും ബ്രദറെ ഇവിടെ എഴുതിയേക്കുന്നത് അറിയുന്നില്ലെന്നല്ലേ? അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വിശ്വാസിക്ക് അറിയാം. എങ്ങനെ? ഇനി ഞാൻ പറയാൻ പോവാണ്. എങ്ങനെ എന്നൊരു ചോദ്യം ഒരു വിശ്വാസി മറക്കണം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ ബ്രദറെ എങ്ങനെയെന്നുള്ളത്? എങ്ങനെ എന്നുള്ള ചോദ്യം മറന്നിട്ട് ദൈവത്താൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. പിടികിട്ടിയോ? ഒരു വിശ്വാസി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എങ്ങനെ ഇത് സംഭവിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വേട്ടചാടുന്നൊരു ചോദ്യമാണ്, എങ്ങനെ ബ്രദർ ഇതെല്ലാം നടക്കുന്നത്? ഒരു വിശ്വാസി ഒരിക്കലും ചോദിക്കേണ്ടാത്തൊരു ചോദ്യം. നിങ്ങളുടെ നിഘണ്ടുവിൽ തന്നെ മായ്ക്കേണ്ട ഒരു വാക്കാണ് എങ്ങനെ. കാരണം നിങ്ങൾ തലപോകം ചിന്തിച്ചാൽ, ഈ വചനം ശ്രദ്ധിച്ച് നോക്കി, കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലത്തെയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നീ അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്, വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു, ഏതു സമയത്തും ഒരു ദൈവപ്രവൃത്തിയെ പിടിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിന്നോണം. കരഞ്ഞത് മതി, ദുഃഖിച്ചത് മതി, പ്രയാസപ്പെട്ടത് മതി. ഏത് നിമിഷവും വിത്ത് എറിഞ്ഞിട്ട് നിൽക്കണം നിങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഈ നദിയിലെ വെള്ളം താഴുന്ന സമയത്ത് യഹൂദന്മാരിങ്ങനെ വിത്ത് വാരി എറിയും. നമ്മൾ ആ ഭാഗത്തൂടെ പോയതെങ്കിൽ നമ്മൾ പറയും, ഇവന്മാർക്കെല്ലാം ഭ്രാന്താണോ?
ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും കൃഷി ചെയ്യുക, നമ്മൾ വലിയ പഠിപ്പീരായിട്ട് ചെല്ലും, അവർ പറയും നീ നിൻ്റെ പാട്ടിന് പോകാൻ പറയും. ഇന്ന് ഞങ്ങൾ എറിയുന്ന വിത്ത് നാളെ മുളച്ച് പൊങ്ങി വന്ന് ഞങ്ങൾ കൊയ്യാൻ വേണ്ടി പോകുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഈ പ്രശ്നങ്ങളുടെ നടുവിലും പ്രാർത്ഥിക്ക്, ഈ പ്രതികൂലത്തെ നടുവിലും വചനം വിളിച്ചു പറ. മനസ്സിലാകുന്നുണ്ടോ? ബ്രദറെ, എൻ്റെ പ്രശ്നം ഒന്നിന് ജന്മത്തിൽ മാറത്തില്ല, അവിടെ ഇരുന്നോ, ആ ഒഴുകി പൊങ്ങി നിൽക്കുന്ന നദിയിലങ്ങ് ഒഴുകിപ്പോക്കോ. പക്ഷേ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഈ നദി താഴും, എൻ്റെ ഈ വിഷയം താഴും, ഞാൻ ഇട്ട വചനം മുളയ്ക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതായിരിക്കണം ഒരു വിശ്വാസി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നുള്ള ഈ ചോദ്യത്തെ നിങ്ങൾ ഓവർകം ചെയ്യണം. എങ്ങനെയാണെന്ന് അറിയത്തില്ല, മിണ്ടണ്ട. ബ്രദർ, എനിക്കറിയത്തില്ല, എങ്ങനെയും ആ വാക്കെന്ന് കള. ദൈവം ചെയ്യും. എങ്ങനെയാണ് ദൈവം ചെയ്യാൻ പോകുന്നറിയാവോ? കാറ്റിൻ്റെ ഗതി എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല, ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ എങ്ങനെയാണ് അസ്ഥി ഉരുവാകുന്നത് എനിക്ക് അറിയത്തില്ല, അതുപോലെ തന്നെ സകലത്തെ ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് അറിയത്തില്ലെന്നാണ് വചനം പറയുന്നത്. പക്ഷേ എനിക്കറിയാം ദൈവം എങ്ങനെയും പ്രവർത്തിക്കും. എനിക്കറിയാം എൻ്റെ ദൈവം എങ്ങനെയും പ്രവർത്തിക്കും. ഞാനത് ആലോചിച്ച് തല പുകയ്ക്കേണ്ട കാര്യമില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ മൈൻഡ് സെറ്റപ്പ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊരു കാറ്റ് പോലെയാ. അവൻ എങ്ങോട്ട് പോകുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. ഇതാ വിശ്വാസി. ഈ വചനവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊരു കാറ്റ് പോലെയാ. ചിലപ്പോൾ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ ഒരു ബൈബിളും പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും പ്രശ്നക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ബൈബിളും പൊക്കി പിടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വല്ലതും നടക്കുമോ? ഇങ്ങനെയൊക്കെ പറയാറില്ലേ? നിങ്ങൾ പറയണം, ഞാൻ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പ്രശ്നമുണ്ടല്ലോ, ഇത് താഴും. ഞാൻ പറഞ്ഞ വിത്ത് മുളയ്ക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വചനം സംഭവിക്കും. കാര്യം എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, എൻ്റെ വിഷയത്തിനെ മാറാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം ഈ ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ നിറയണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ വിതയ്ക്കുന്നവരാകണം. എത്ര പേര് വചനം എല്ലാ ദിവസവും പറയുന്നുണ്ട്? ആമേൻ. 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 ഹല്ലേലൂയ. എത്ര പേർക്ക് വചനം പറഞ്ഞിട്ടൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്? വചനം പറഞ്ഞിട്ട് മാറ്റം ഉണ്ടായിരുന്നുണ്ടോ? മനസ്സിന് സമാധാനം വന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഇട്ട വിത്തുകളെ മുളയ്ക്കുവാൻ ഒരു സമയമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ സഭാപ്രസംഗം വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു സമയത്തെയും കാലത്തെയും പറ്റി. എന്നാലൊരു വിശ്വാസി എപ്പോഴും വിശ്വസിക്കേണ്ട ഒരു കാലമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെയാണ് ലോട്ടറിക്കാരൻ പറയുന്ന പരിപാടിയല്ല. ഒരു വിശ്വാസി എപ്പം മുതലാണ് വചനം പറയുവാൻ തുടങ്ങുന്നത്, ആ നിമിഷം മുതൽ നിങ്ങളുടെ അനുഗ്രഹത്തെ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം ആക്റ്റീവ് ആകുവാൻ തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പം എൻ്റെ കർത്താവ് ഒരു രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ചയെ കാണിക്കുക. അതോടൊപ്പം തന്നെ ദൈവം ഒരു രമേശ് എന്ന് പറയുന്ന ഒരു മകനെയും ദൈവ കുടുംബത്തെയും സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവ് എന്ന കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന കുടുംബങ്ങളെ തൊടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടായി വരട്ടെ. എല്ലാ പ്രതിസന്ധികളും ആ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. ഹല്ലേലൂയ. അപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിത്തെന്ന് എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിത്ത് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നറിയാം ബ്രദറെ, എൻ്റെ വിഷയത്തിന് വേണ്ടി ഞാനിപ്പോൾ വാട്സാപ്പ് കുറേ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും റിപ്ലൈ കൊടുത്തുന്ന സമയത്ത് ചിലരിങ്ങനെ പറയുന്നത്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാവോ? ഞാൻ തിരിച്ചങ്ങോട്ട് മെസ്സേജ്, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പങ്കുചേര്, സമയമില്ല. ഞാൻ ആലോചിച്ച് നോക്കട്ടെ, നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടായാലല്ലേ ഒരു ആലോചന വെളിപ്പെടത്തുള്ളൂ. നിങ്ങൾ പറ. കർത്താവുമായിട്ടൊരു ബന്ധമില്ലാതെ ഒരു ആലോചന കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ലോകത്തിൽ ഒത്തിരി ഈ നമ്മൾ പറയത്തില്ല കണിയാന്മാർ പോലത്തെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗണിച്ചു പറയുന്ന കേൾക്കുന്നുണ്ട്. അങ്ങനെയല്ല ദൈവത്തിൻ്റെ ആലോചന. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവനെ പറ്റിയാണ് ദൈവത്തിന് ഭാവി പറയാനുള്ളത്. അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു ദൈവം അത് ബന്ധപ്പെടുത്തി പറയുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സഭാപ്രസംഗിൽ പറയുകയാണ്, നിന്റെ വിത്തിനെ നീ എന്ത് ചെയ്യുക? വെള്ളത്തിൻ്റെ മീതെ എറിയുക. വചനം അങ്ങനെ തന്നെ പറയുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പ്രശ്നം നിങ്ങളെ എന്ത് ചെയ്യും? മുക്കിക്കളയും. എന്നാൽ ആ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പ്രശ്നം താഴും, വിത്ത് മുളച്ചു വരും. ഹല്ലേലൂയ. അതേപോലെ തന്നെ തിരുവചനം പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, സകലതും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ അറിയുന്നില്ല. എങ്ങനെ ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലും പല ആൾക്കാരുടെയും ജീവിതത്തിൽ കണ്ട വലിയ സാക്ഷ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, വെറുതെ വിളിച്ചു പറയുകയല്ല. ഞെട്ടിപ്പോയിട്ടുണ്ട് ദൈവപ്രവൃത്തി കണ്ടിട്ട്. ഒരിക്കലും ഒരു തരി പോലും ചാൻസ് ഇല്ല അവിടെ ഒരു അത്ഭുതം നടക്കാൻ. ഒരു തരി പോലും എന്താ പറയുന്നത്, ലോകപ്രകാരം ഇതുപോലെയാണ്. ഗർഭിണിയുടെ ഉദരത്തിൽ എങ്ങനെയാണ് അസ്ഥി ഉരുവാകുന്ന ഓർത്തുകൊണ്ട് ഞാൻ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ എങ്ങനെയാണ്. പക്ഷെ വചനം ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത്ഭുതം നടക്കും യേശുവിൻ്റെ നാമത്തിൽ. ആ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ എത്രയോ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലേ? വേറെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ഒരു സൗകര്യം പറഞ്ഞില്ലേ, എനിക്ക് തന്നെ അത്ഭുതമാണ് ഇത് സംഭവിച്ചുവെന്ന്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. നമ്മൾ തിരിച്ചറിഞ്ഞോണം, എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്ന ഞാൻ, എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാൻ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാവിയിൽ എന്തു സംഭവിക്കാൻ പോകുന്നോ ഞാൻ ഇന്നിടുന്ന വിത്താണ് അതിൻ്റെ തെളിവ്. ബ്രദറെ, ചിലർ ചോദിക്കും, ബ്രദറെ ഇന്ന് കടം മേറി ഞെരുങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, ഈ ആത്മഹത്യ കൂടാതെ ഇതിനൊരു മോചനമില്ല. വചനം ഒന്ന് വിതച്ചേ, അത് മുളച്ചാൽ ഈ പറയുന്ന സകല വിഷയങ്ങളും മാറും. ഈ രോഗനിമിത്തം നിങ്ങൾ മരിക്കും. പറയണം, ദീർഘായുസ് കൊണ്ട് കർത്താവ് എനിക്ക് തൃപ്തി വരുത്തുമെന്ന വചനം പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഞാൻ എന്താ പറയുക അല്പായുസിൽ തീരുമെന്നല്ല. ദീർഘായുസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തും. ആരോഗ്യത്തോടെ ദൈവം എന്നെ നടത്തും. എപ്പോഴും പറയണം, ഓ ബ്രദറെ, ഈ രോഗമൊക്കെ പ്രായമാകും വരുന്നതാ. ആര് പറഞ്ഞു? മെഡിക്കൽ സയൻസ് അല്ലേ പറഞ്ഞത്, ബൈബിള് പറയുന്നില്ല. ഏത് വാർദ്ധക്യത്തിലും പറയണം, ഞാൻ ആരോഗ്യത്തോടെ നടക്കും, ഞാൻ യേശുവിനെ സ്തുതിക്കും. ഈ ഭൂമിയിൽ ദൈവം എനിക്ക് വെച്ചിട്ടുള്ള ദീർഘായുസ് വരെ ഞാൻ നടന്നും തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിക്കും. വിതയ്ക്കണം വിത്തിനെ. അല്ലാതെ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് വെള്ളമാണ്, പൊങ്ങിക്കിടക്കുവാണ്, ഭയങ്കര വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കാൻ മതി. ഇവരുടെ പ്രത്യേകത കണ്ടു നോക്കി. ഞാനതാ പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത കണ്ടു നോക്കി. അവർക്ക് വേണമെങ്കിൽ നമ്മളെപ്പോലെ കരയെന്നോട് പറയായിരുന്നു, ഓ ദൈവം ഈ വെള്ളപ്പൊക്കം തോന്നുന്നു, ഒരു ഗതിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവരിങ്ങനെ നോക്കിയിരിക്കുക, എപ്പോഴാണ് ഈ വെള്ളം ഒന്ന് താഴാൻ തുടങ്ങുന്നത്. ഇവർക്ക് മനസ്സിലായി. ഇവർ എറിയാൻ തുടങ്ങി വിത്തിനെ. ഈ ദിവസങ്ങളിൽ ഒന്ന് വിളിച്ചു പറ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ പോവുക. യഹോവ എൻ്റെ ഇടയനാന്ന് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എല്ലാ ദിവസവും എണീക്കുമ്പോൾ ആ വചനം ഒരു കണക്ക് വെച്ചൊരു 50 തവണ പറഞ്ഞു നോക്കി. ഞാനൊരു കണക്കങ്ങ് പറയട്ടെ, നാളെ മുതൽ നിങ്ങൾ പറയരുത് വെറുതെ 50 തവണ ഞാൻ പറഞ്ഞു, അങ്ങനെ വരെ പറയില്ല. നിങ്ങൾ പറഞ്ഞ് റിലീസ് ചെയ്തുകൊണ്ടിരുന്നേ. വല്ലപ്പോഴും ഒക്കെ കൃഷി നടക്കുന്നിടത്തൊക്കെ ഒന്ന് പോയി നിൽക്ക്. അവരിങ്ങനെ നോക്കി നിന്നുകൊണ്ട് ഇങ്ങനെ വിത്തെറിയുന്ന കണ്ടിട്ടില്ലേ? അവിടെ പോയി ചോദിച്ചു നോക്കിയ, സഹോദര, ഈ വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മുളച്ച് വന്നില്ല, എന്നാ ചെയ്യും? നിങ്ങളെ കൊന്നില്ലെങ്കിൽ വലിയ അത്ഭുതം. കാര്യം അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന സമയത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അവർ ഈ വിത്തെറിയുന്നത്. അവരുടെ അടുക്ക പോയിട്ട് നിങ്ങൾ പറയുക, ഓ മഴ പെയ്തായിരുന്നാൽ മതിയായിരുന്നു, വെള്ളം പൊങ്ങാതിരുന്നാൽ മതിയായിരുന്നു, നെഗറ്റീവ് പറഞ്ഞാൽ അവർ ഓടിക്കും നിങ്ങളെ. ഇപ്പം മനസ്സിലായോ? അവരുടെ മനസ്സിൽ മൊത്തം എറിയുന്ന വിത്തിനെ മറുപടി ഞങ്ങളുടെ കളപ്പുരകൾ നിറയുന്നതാണ്. ഈ ദിവസങ്ങളിൽ പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എങ്ങനെയെന്ന് ചോദിക്കരുത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത്. എന്നാലും ബ്രദർ, ഈ എന്നാലും വരുന്നത് എവിടെ നിന്നാണ്? എങ്ങനെയെന്ന് വരുന്നതിൻ്റെ അകത്ത് എങ്ങനെയെന്നാണ് എന്നാലും വരുന്നത്. എങ്ങനെയെന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളെ വേട്ടയാടും. ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും അത് എങ്ങനെയെന്നുള്ള ചോദ്യം ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം എങ്ങനെയും പ്രവർത്തിച്ചോളും. ദൈവം ചിലപ്പോൾ ആകാശം തുറന്നിരിക്കും, ദൈവം ചിലപ്പോൾ ദൂതന്മാരെ അയച്ചെന്നിരിക്കും, ദൈവം ചിലപ്പോൾ അധികാരികളുടെ ഹൃദയം തുറന്നിരിക്കും. ദൈവം ഏതു വിധേനയും തുറക്കും. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അല്ലാതെ എൻ്റെ ബ്രദറെ, ഞാനിപ്പോൾ നോക്കി, പണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞാനൊരു വായ്പ ചോദിച്ചത് ആ പുള്ളി തരാമെന്ന് പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്നൊരു ഹെൽപ്പായിരുന്നു. ഇപ്പോൾ അവനും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പിടിവള്ളിയൊക്കെ അങ്ങ് പൊട്ടട്ടെ. അവൻ മൈൻഡ് ചെയ്യാത്തത് നന്നായി. കാര്യം ദൈവത്തിന് ദൂതന്മാരെ അയക്കാനുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു വഴി അടയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കരുത്. മനസ്സിലാക്കണം, ദൈവം 7 വഴി തുറക്കാൻ പോവുക.
ഹല്ലേലൂയ. ഈ ഒരു മനസ്സിലേക്ക് നിങ്ങൾ വരണം, ഈ വചനപ്രകാരം വരണം. സകലത്തെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ അറിയണം. ഇവിടെ അറിയത്തില്ലെന്ന് ഇവിടത്തേക്ക് നിങ്ങൾ അറിയണം. എങ്ങനെയല്ലോ അവൻ പ്രവർത്തിക്കും. ഇതുകൊണ്ടാണ് വീണ്ടും ജനിച്ചൊരു വ്യക്തിയുടെ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇസ്രായേലിന് വേണ്ടി പറഞ്ഞു, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കത് സ്വന്തമായിട്ട് പറയുകയെന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ചൊരു കാറ്റ് പോലെയാണ്. അവൻ എങ്ങോട്ട് പോകുന്നുവെന്നോ നിത്യതയെപ്പറ്റിയാണ് അവിടെ പറയുന്നതെങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതം ഭൂമിയിൽ ജീവിക്കുന്ന സമയത്തും അവൻ അങ്ങനെ തന്നെയാണ്. ഒരു പറ്റത്ത് നിങ്ങളെ നോക്കി പ്രവചിക്കാൻ പറ്റത്തില്ല. ആ വ്യക്തിയല്ലേ, എനിക്കറിയാവുന്ന ആ വ്യക്തിയൊക്കെ, അതൊക്കെ അത്രയേ ഉള്ളൂ. ഈ പരിപാടി നടക്കത്തില്ല. നിങ്ങളെ ഉയരുവാൻ ഒരുത്തിനും ചിന്തിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ സ്ഥിതി എങ്ങനെ മാറുമെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ വചനങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ഈ വചനങ്ങളിൽ വേണം നിങ്ങൾ ബലപ്പെടാൻ. ഈ ദിവസങ്ങളിൽ വചനം ഒന്ന് പറഞ്ഞ് ഒന്ന് റിലീസ് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരുമിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ ഇന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. നമ്മളിന്ന് കേട്ട വചനം ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ എങ്ങനെ ജീവൻ എങ്ങനെ അവിടെ വരുന്നു, ഇത് എവിടെ നിന്ന് വരുന്നു? മെഡിക്കൽ സയൻസിന് അങ്ങനെ ഒരു ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാവർക്കും അവർക്ക് എന്ത് ചെയ്യായിരുന്നു? അവരുപയോഗിക്കുന്ന മെഡിക്കൽ ടെക്നിക്ക് കൊണ്ട് ഇല്ലാത്തവർക്കെല്ലാം കുഞ്ഞിനെ കൊടുക്കായിരുന്നു. പക്ഷെ അവർ പോലും പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ സക്സസ് ആകത്തില്ല. അതന്നെ അതിൻ്റെ കാരണം. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഞങ്ങളല്ല ഇത് തരുന്നത്, ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ജീവൻ വരണമെങ്കിൽ, ഇവിടെ വചനപ്രകാരം പറയുകയാണെങ്കിൽ ഒരു അസ്ഥി ഉരുവാകണമെങ്കിൽ, ഒരു മനുഷ്യ ശരീരം ഉരുവാകണമെങ്കിൽ, ഒരു സ്കെൽറ്റൻ അവിടെ ഉണ്ടാകണമെങ്കിൽ ദൈവം വിചാരിക്കണം. പിടികിട്ടിയോ? ദൈവം ആർക്ക് വേണ്ടി വിചാരിക്കും? ദൈവത്തെ വിളിക്കുന്നവന് വേണ്ടി ദൈവം വിചാരിക്കും, ദൈവം പ്രവർത്തിക്കും. കർത്താവ് നിങ്ങളുടെ മേലേക്ക് തിരിഞ്ഞിരിക്കുക. നിങ്ങൾ വിതയ്ക്കാൻ തയ്യാറാവണം. ഈ ദിവസങ്ങളിൽ ആ പ്രതിസന്ധിയെ നോക്കിയിട്ട് വിളിച്ചു പറയേണ്ടത് വചനം വിളിച്ചു പറ. ഈ പ്രതികൂലത്തിന് എന്നെ മൂക്കാൻ കഴിയത്തില്ല, ഞാൻ ഇതിനെ മൂക്കും. എൻ്റെ വചനങ്ങൾ, ഞാനിട്ട വചനങ്ങൾ ഇതിനെ മുളപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ആ രോഗമുള്ള ഭാഗത്തൂടെ നിന്ന് കൈയെടുത്ത് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിതാവെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവാത്മാവേ, യേശുവിൻ്റെ നാമത്തിൽ എന്നോട് കർത്താവിൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഒരു യാത്ര നിമിത്തം, കുറേ നാൾക്ക് മുമ്പ് ഒരു യാത്ര നിമിത്തം ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി നഷ്ടങ്ങൾ, പൈസ നഷ്ടമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, മാനസികമായിട്ടുള്ളൊരു സ്വസ്ഥത നഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ജീവിതത്തിൻ്റെ അകത്ത് ആ ഒരൊറ്റ യാത്ര നിമിത്തം കംപ്ലീറ്റ് ജീവിതത്തിൻ്റെ താളവും തെറ്റി. സാമ്പത്തിക മേഖലയും മാനസിക മേഖലയും ജീവിതത്തിൻ്റെ അകത്ത് എന്തോ ഒന്ന് നഷ്ടപ്പെട്ട ഒരു ഫീല് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുക. ആ ഒരു യാത്രയുടെ ഇടയിൽ സംഭവിച്ച സകല വിശ്വാസിക മുഖങ്ങളെയും ഞങ്ങൾ എൻ്റെ സൗഖ്യമാണ്. കൈവച്ചേ, യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. ഇന്ന് വിട്ടുകൊടുക്കത്തില്ല ഞാൻ. ഇന്ന് ഞാൻ അത്ഭുതം കാണും. ഞാൻ ആ വിത്തിനെ എറിയുന്ന ഒരു കൃഷിക്കാരൻ്റെ മൈൻഡ് സെറ്റപ്പിലിരുന്നേ. ഒരു കൃഷിക്കാരൻ എത്ര കൊതിയോടെയാണ് വിതയ്ക്കുന്നത്, ഒരു കൃഷിക്കാരൻ എത്ര പ്രതീക്ഷയോടെ വിതയ്ക്കുന്നത്. ചിലപ്പോൾ അവന് നഷ്ടം വന്നേക്കാം, പക്ഷേ ഒരു വിശ്വാസിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല. കാരണം നിങ്ങൾ വിതയ്ക്കുമ്പോൾ ദൈവം കൂടെ നിൽപ്പുണ്ട്. ഇത് നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇതിൻ്റെ ഉടമസ്ഥൻ മനുഷ്യനല്ല, വിത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമായതുകൊണ്ട് 100 മേനി കൊയ്യുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞാനൊരു പേരിങ്ങനെ കാണുക, റെറ്റിൻ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണുക. റെറ്റിൻ ഒരു പേര് ഞാൻ കാണുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ദിവസങ്ങളിൽ ആ മകൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിട്ടുള്ള എല്ലാ ബ്ലോക്കുകളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ. ഈ ദിവസങ്ങളിൽ എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ, എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാനൊരു വീടിങ്ങനെ കാണുക. വീടിൻ്റെ അവിടെ ആ ഒരു ബെഡ്റൂമിൻ്റെ അകത്തൊരു ജനൽ തുറന്നാൽ കാണുന്നത് ഒരു എന്താ പറയുന്ന ഒരു പഴയ ഒരു പറമ്പുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് വീടൊന്നും വെച്ചിട്ടില്ല. ആ ജനലിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു മതിൽക്കെട്ടിൻ്റെ അപ്പുറം കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് ഞാൻ കാണുന്നു. ആ വ്യക്തി പലപ്പോഴും, ഞാൻ ഈ പറയുന്ന വ്യക്തി പലപ്പോഴും ആ ജനലിൻ്റെ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് തൻ്റെ നിരാശ ഉളവാക്കുന്ന ഭാവിയെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. യേശുവേ, എന്തുകൊണ്ടാണ് അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് ഇപ്പോഴും അറിയത്തില്ല. പക്ഷേ പലപ്പോഴും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങോട്ട് നോക്കി ഭാരപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക.
ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് കാണുന്ന റോസ് കളറിൽ ഒരു പോലെ ഒരു കർട്ടനാണ് ഞാൻ കാണുന്നത്. റോസ് എക്സാക്ട് റോസ് കളറല്ല, ഒരു റോസ് കളർ പോലൊരു കർട്ടൻ ആ ഒരു കിടക്കുന്നത് ഞാൻ കാണുക. പലപ്പോഴും ആ ജനാലിനരികെ നിന്നുകൊണ്ട് അങ്ങ് എൻ്റെ ഭാവി ഓർത്ത് ഭാരപ്പെടുക. യേശുവേ ആരാധന. ഇന്ന് മകളെ കർത്താവ് സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സ്വസ്ഥത ഉണ്ടാവട്ടെ. ഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിശാലമായ കരം. ഹല്ലേലൂയ. യേശുവേ ആരാധന. എന്നെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വലിയൊരു അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടുവാൻ. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ ഈ വചനം ഒന്ന് പറഞ്ഞു തുടങ്ങിക്കേ, ഒന്ന് വിതച്ചേ, ആ വിഷയമാകുന്ന വെള്ളത്തിൻ്റെ മീതെ ഒന്ന് എറിഞ്ഞ് മുളയ്ക്കും. നിങ്ങൾ അത്ഭുതം കാണും. ഈ നിമിഷം എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അസാധാരണമായ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുക. സാമ്പത്തിക കുരുക്കുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. സാമ്പത്തിക കുരുക്കൾ അഴിഞ്ഞിട്ട് സാമ്പത്തിക ഉറവുകൾ തുറക്കുക. രോഗശക്തികൾ മാറിയിട്ട് സൗഖ്യം നടക്കുക. കുടുംബത്തിൻ്റെ മേൽ സമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഭവനം തീരാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ കാറ്റുപോലെയാണ്. അവനെ ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. അവൻ്റെ ഭാവി, അവൻ്റെ ജീവിതത്തെ ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ, അങ്ങ് തൊട്ട് അങ്ങ് അത്ഭുതമാക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സാക്ഷ്യമാക്കി എൻ്റെ യേശുവെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്ക് നന്ദി. അപ്പം ഞാനൊരു പാസ്പോർട്ട് പോലെ ഒരു നമ്പർ പോലെ ഞാൻ കാണുക. അതിൻ്റെ അകത്തൊരു 63163 എന്നുള്ള ഒരു നമ്പർ അതിൻ്റെ അകത്ത് ഞാൻ കാണുക. അതുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ വ്യക്തിയുടെ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു സീല് വീണിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി കർത്താവ് ഇന്ന് ഒരുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ നമ്പർ അതിൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്താട്ടെ. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സൂമിലോ എന്നോട് ലൈവിൽ കാണുന്ന ഓരോരുത്തരും ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെക്ക് ചെയ്തോണം. കർത്താവിനോട് പറഞ്ഞ സീല് വീണിട്ട് ഒരു യാത്രയ്ക്ക് ബ്ലോക്കായി നിന്ന വാതിലുകളെ സ്വർഗം തുറക്കുക. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ശരത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നായിട്ട് എന്നെ കാണിക്കുക. ശരത്തിനെ ദൈവം സ്പർശിക്കുന്നു. ശരത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് തൊടുകണം. അവനെ ഓർത്ത് ഭാരപ്പെടേണ്ട. ശരത്തിൻ്റെ ഭാവിയെ കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇന്ന് അനുഗ്രഹിക്കുന്ന പിതാവേ, അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് എൻ്റെ കൂടെ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരു മിനിറ്റ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ വിത്ത് വിതയ്ക്കാൻ വേണ്ടി, ഇപ്പോൾ നാളെ മുതൽ ഞാൻ ചോദിക്കും, വിത്ത് വിതച്ചോണം. എത്ര നേരം വചനം പറയാവോ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കറി അരിയുമ്പോഴും ഇത് ചെയ്യുമ്പോഴും ഒക്കെയും എന്തൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, വിതച്ചോണം. വിതച്ച് ആ വെള്ളത്തെ അങ്ങ് മുക്കിക്കോണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ വചനം മനസ്സിലാക്കി നോക്കിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അറിയുന്നില്ല. ഞെട്ടും നിങ്ങൾ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടാൻ പോവാന്ന് പറ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഞെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയും, കർത്താവ് ഞാൻ ഞെട്ടുന്ന രീതിയിൽ അത്ഭുതങ്ങൾ കാണുമെന്ന് ഞാൻ എപ്പോഴും പറയും. ഞെട്ടുന്ന രീതി എന്നെ തന്നെ ഞാൻ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എറണാകുളത്ത് വെച്ച് എനിക്കൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ട് എനിക്കതൊന്നോട്ട് അത്ഭുതം നടന്നു എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബ്രെയിനിലോട്ട് അത് സേവ് ആകുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് നടന്നു. ഒരിക്കലും നടക്കാത്തൊരു ടെസ്റ്റിമണി, ഒരിക്കലും നടക്കാത്തൊരു അത്ഭുതമാണ്. അത് നടന്നിട്ട് നമുക്ക് മൈൻഡിൽ അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ ഇങ്ങനെ എന്നിട്ട് സ്റ്റക്കായി നിൽക്കും. അത് നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മൈൻഡിൽ നടന്നു എന്ന് എനിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കുറേ സമയമെടുത്തു അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. അത്ഭുതം. കാര്യം അതുവരെ എനിക്കെൻ്റെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ വലിയ വിശ്വാസമൊക്കെ പറയുന്നുണ്ട്, അതും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും മനസ്സിൻ്റെ അകത്ത് മൊത്തം ഇങ്ങനെ നിറയുക, നടക്കത്തില്ല. ഇതിങ്ങനെ പക്ഷേ സിറ്റുവേഷൻ അതുപോലെയാണ്. നടക്കത്തില്ലാത്ത സിറ്റുവേഷനാണ്. ഒരു ചാൻസും ഇല്ല. നടന്നു കഴിഞ്ഞിട്ട്
അതെൻ്റെ ബ്രെയിനിലേക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യുവാൻ, ബുദ്ധിയിലേക്ക് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുവാൻ കുറേ സമയമെടുത്തു. ഞാനിങ്ങനെ കാറിലിരുന്നു കൊണ്ട് പിന്നെ എന്നോട് തന്നെ പറയാം, നടന്നു സംഭവിച്ചു. എന്നോട് തന്നെ ഒന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം എൻ്റെ മനസ്സിലേക്ക് അതൊന്ന് സേവ് ആവുക, നടന്നു എന്ന്. കാര്യം ഇപ്പോഴും എൻ്റെ ബുദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടക്കുക. കാര്യം ഇപ്പോഴും ആ ഒരു കൺഫ്യൂഷനിൽ കിടക്കുമായിരുന്നു മൈൻഡ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒന്ന് വിതച്ച് നോക്കിക്കേ, ഒന്ന് എറിഞ്ഞ വചനം. ഞാൻ പറഞ്ഞത് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് വെറുതെ ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പറയുന്ന പരിപാടിയല്ല. കറി അരിയുമ്പോഴും വിളിച്ചു പറ വചനം. ആ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വിളിച്ചു പറ വചനം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ, സൈക്കിളിൽ ഓട്ടുമ്പോൾ എവിടെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുക. വിതയ്ക്കുക എന്ന് മനസ്സിലെപ്പോഴും ഞാൻ ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഈ മൈൻഡ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ. അല്ലാതെ ചുമ്മാ പറയല് ഞാൻ വിതയ്ക്കുക. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് പറ. ഞാൻ വിതയ്ക്കുന്നത് ആമേൻ. ഈ ഒരു മൈൻഡ് സെറ്റപ്പിൽ വേണം വചനം പറയാൻ. ഞാൻ എങ്ങനെയാണ് വചനം പറയുന്നത്? ഞാൻ വെറുതെ വചനം പറയുമല്ല. ഞാൻ വചനം പറയുന്നത് ഇത് കൊയ്യാൻ വേണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അനുഗ്രഹം പ്രാപിക്കാം, അനുഗ്രഹം കിട്ടാൻ വേണ്ടി തന്നെ. അപ്പം ചിന്തിക്കുക, അനുഗ്രഹം കിട്ടാൻ വേണ്ടി പിന്നെ എന്തിനാണ് വചനം പറഞ്ഞത്? നിങ്ങൾ കൊണ്ടുവന്ന് നെല്ല് വിതയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചുമ്മാ തമാശയ്ക്കാണോ? അല്ല, ചോറുണ്ണാൻ വേണ്ടി തന്നെയാണ്. വചനം വിതയ്ക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ വിതയ്ക്കുന്നവൻ കൊയ്തിരിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാക്ഷ്യം പറയാം. ചുരുക്കം വാക്കുകളിൽ പറയാം. പ്രാർത്ഥനാ വിഷയം പറയരുത്. ഇന്നലത്തെ പോലെ മ്യൂട്ട് മാറ്റി ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഇത് റെക്കോർഡറാണ്, ലൈവാണ്. ദൈവത്തോട്ട് വളരെ ശ്രദ്ധിക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. വരും ദിവസങ്ങളിൽ നമ്മളൊരു ഫുൾ ഡേ പ്രെയർ പോലെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, മനസ്സിലാഗ്രഹിക്കുന്നു. അതായത് നമുക്ക് ഒത്തിരി നേരം നിന്ന് പ്രാർത്ഥിക്കുവാനും കണ്ടിന്യൂസ് നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് നേരത്തെ ഞാൻ പറയും, ഒറ്റയടിക്ക് ഞാൻ പറയത്തില്ല. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവധി എടുക്കാനോ ഒക്കെ പറ്റുന്നൊരു സമയമാണ്. ഒരു ഫുൾ ഡേ പ്രെയർ പോലെ. എത്ര നേരം എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ കുറച്ച് സമയമായിരിക്കും, ചിലപ്പോൾ നീണ്ടുപോയെന്നിരിക്കും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ലൈവായിട്ട് നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി പറയാനും വലിയ സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടാകും. കൃപാവരങ്ങളുടെ വലിയൊരു സ്പർശനം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം ഒരു വലിയൊരു സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. കൃപാവരങ്ങളെ പറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നടന്നൊരു സംഭവമാണ്. ഒരാഴ്ച മുമ്പ് ഞാനൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാൻ ആ വീട്ടിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും പ്ലാൻ ചെയ്ത് പോയതല്ല. വേറൊരു കാര്യത്തിന് വേണ്ടി പ്രയറിന് തന്നെ പോയതാണ്. അപ്പോൾ ഈ വ്യക്തി സംസാരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവോട് പറഞ്ഞു, ആ വ്യക്തിയെ നോക്കി കർത്താവ് ചില ആലോചനകൾ പറയാൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതാ പറഞ്ഞു, ഈ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുമായിട്ട് വലിയ ബന്ധമാണ്. ഞാൻ ഇതെന്തിനാണ് ഈ സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വൽ ഐസ്, നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കും. ഞാൻ അത് അടുത്ത ദിവസം നമ്മൾ വരുന്നുണ്ട്. ഇതൊന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം വരുന്ന വചനങ്ങളൊന്ന് പ്രിപ്പയർ ആകാൻ വേണ്ടി ഞാൻ പറയുന്നത്. അടുത്ത ദിവസം ഒരുങ്ങി വന്നോണം. നിങ്ങളുടെ മേൽ വലിയൊരു പകർച്ചയുണ്ട്. ഇപ്പോൾ നിങ്ങളിലൂടെ രോഗികൾ സൗഖ്യമാകുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇനി ദർശനങ്ങൾ കാണാൻ പോകുന്നൊരു തല ഓപ്പൺ ആകുവാണ്. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സഹോദരി കണ്ട 2 സ്വപ്നത്തിലേക്ക് ഞാൻ കയറിപ്പോയി. 2 സ്വപ്നങ്ങളാണ് ആ സഹോദരി കണ്ട. ഒരു വ്യത്യസ്തമായ, നമുക്കറിയാം നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമല്ലേ. നിങ്ങൾ കാണുന്ന സ്വപ്നം ഞാൻ കാണണമെന്ന് നിർബന്ധമില്ല. ഇനി എൻ്റെ സ്വപ്നം ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ആ സഹോദരി വലിയൊരു ഭാരപ്പെട്ടു. ആ സഹോദരി ചിലപ്പോൾ ഞാൻ പറയാം, സഹോദരി യേശു പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അതെല്ലാവരും പറയുന്നതാണ്, ഉറപ്പിക്കുന്നതാണ്. സഹോദരിക്ക് ചിലപ്പോൾ ശരിയായ ബ്രദറെ കർത്താവ് ചെയ്യും. പക്ഷേ ദൈവാത്മാവ് എന്ത് ചെയ്തു വെച്ചാൽ ആ സഹോദരിയെ ബലപ്പെടുത്താൻ വേണ്ടി, ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് ബലപ്പെടുത്താൻ വേണ്ടി അവർ കണ്ട 2 സ്വപ്നങ്ങൾ എന്നെ ആ സ്വപ്നത്തിലേക്ക് കൊണ്ടുപോയി. അവർ കണ്ട 2 സ്വപ്നം വളരെ വല്ലാത്തൊരു എന്ന് വെച്ചാൽ ദൈവം കാണിച്ച 2 സ്വപ്നമാണ്. അവർ ആരോടും ഷെയർ ചെയ്യാത്ത സ്വപ്നമാണ്. അവർ കണ്ട നിറങ്ങൾ, കണ്ട സ്ഥലങ്ങൾ, അവരുടെ ആ എക്സ്പീരിയൻസുകൾ മുഴുവനും ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ട് കർത്താവ് അവസാനം പറഞ്ഞു, നിൻ്റെ വിഷയത്തെ കർത്താവ് ചെയ്യും. ഞാൻ ചോദിച്ചു, ഇതിൽ പരം വല്ല ഉറപ്പ് വേണോ? ഇപ്പോൾ ആ സഹോദരി ഞാൻ പറയുക, സഹോദരി കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സഹോദരി പറയാം, ആ ബ്രദറെ എല്ലാ ബ്രദർമാരും വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ ദൈവാത്മാവ് അവർക്ക് ഉറപ്പ് കൊടുത്തു. കാര്യം നമുക്കറിയാം, നിങ്ങളുടെ സ്വപ്നം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമാണ്. ദൈവം അതെല്ലാം വെളിപ്പെടുത്തേണ്ട കാര്യം എന്നാണെന്നറിയാവോ? യേശു നമുക്ക് കൈവിടത്തില്ല. കർത്താവിനെ വിളിക്കുന്നവനെ ചേർത്ത് പിടിക്കും. ഏത് പ്രതിസന്ധി വന്നാലും കർത്താവ് ചെയ്യുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയാൻ കാരണം. ഈ ദിവസങ്ങളൊന്ന് പ്രിപ്പയർ ആയിക്കോണം. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കാൻ പോകും. നിങ്ങളുടെ സ്പിരിച്വൽ ഐസിനെ ഓപ്പൺ ചെയ്യും. ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടിരുന്നാണ് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും. എന്തിനാണെന്നറിയാവോ? യേശുവിനെ ഉയർത്താൻ വേണ്ടിയാണ്. ഗോഡ് ബ്ലെസ് യു എന്ന് ഓർപ്പിച്ചതാണ്. അടുത്ത ദിവസങ്ങളിൽ വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് എന്നെ തൊടണമെന്ന് പറഞ്ഞ് വരണം.
നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർ, ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ പറയണം. ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയുകയാണ്, തുടക്കത്തിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം നടന്നവരുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ആദ്യം പറയുന്നത് നല്ലതാണ്. അതിനുശേഷം ദൈവിക ഇടപെടലുണ്ടെങ്കിൽ പറയും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പറയും. ഇല്ല, നമ്മൾ വിശ്വാസ പ്രഖ്യാപനം പറയാൻ വേണ്ടി പോവാണ്. തുടക്കത്തിൽ രോഗസൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കിലേ പറയുള്ളൂ. കർത്താവ് എന്താണോ ചെയ്തത് അത് പറയണം. ചുരുക്കം വാക്കിൽ. അതിനിപ്പോൾ മ്യൂട്ട് മാറ്റാൻ പോകണം. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്ത് പറയാൻ നിൽക്കരുത്. ഇല്ലെങ്കിലില്ല, ഓക്കെ, അത്രയേ ഉള്ളൂ. ഉണ്ടവരുണ്ടെങ്കിൽ, രോഗസൗഖ്യങ്ങളുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് പറഞ്ഞ് ആരംഭിക്കുക. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഉള്ളവരാരെങ്കിലും ഉണ്ടെ പറഞ്ഞാട്ടെ, ഇല്ലെങ്കിൽ പറഞ്ഞു. ജോൺസൺ ബ്രദർ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ല, മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ? ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് എലിസബത്ത് എന്നാണ്. ഞാൻ ഈ വചനം 2017 ജൂലൈ 3 ജോലിക്ക് കയറാൻ നേരം ഈ വചനത്തിന്റെ കുറെ ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. അന്ന് എനിക്ക് ഈ വചനം സഭാപ്രസംഗിയിൽ നിന്നാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ പലരോടായിട്ട് അന്വേഷിച്ചു, ഇങ്ങനൊരു വചനം ബൈബിളിൽ ഉണ്ടോന്ന്. അന്നേരം പലരും ദൈവത്തിനും പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഒരു മാസത്തിന് ശേഷം ഒരു ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ വചനം ദൈവം എനിക്കിത് കാണിച്ചു തന്നു. അന്ന് തൊട്ട് ഈ വചനം ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇതിനെ പറയുകയും ചെയ്യുന്നത്. ഈ 2 ദിവസങ്ങളായി ഈ വചനം ഞാൻ കീപ്പ് ഓൺ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്ന് ഈ വചനം ബ്രദറിൽ കൂടെ ഇത് കേൾക്കുവാൻ സഹായിക്കുക. അതിൻ്റെ ആത്മീക അർത്ഥങ്ങളും ദൈവം ചെയ്യുവാനിരിക്കുന്ന വലിയ ദൈവപ്രവൃത്തികളും അതെൻ്റെ ഹൃദയത്തിൽ അബ്സോർബ് ചെയ്യുവാനും ഞാൻ ഈ വചനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വചനം വ്യാഖ്യാനിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ. അത് തീർച്ചയായിട്ടും എൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ഞാനുണ്ടല്ലോ, അതൊന്നും ബ്രദർ പറഞ്ഞില്ലായിരുന്നു, ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസത്തെ ഇങ്ങനെ സൂമിനകത്ത് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടണം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഇന്നലെ ഇതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പ്രേരിപ്പിച്ച പോലെ എല്ലാവരും കൂടി ഈ സൂമിൽ കയറുന്ന, യൂട്യൂബിൽ കയറുന്ന എല്ലാവരും കൂടി ഒന്നിച്ചൊരു കൂടിവരവ് കിട്ടിയിരുന്നെങ്കിൽ ബ്രദറിനെ ഒന്ന് കണ്ട് സംസാരിക്കാനും ഒക്കെ ഒന്ന് കിട്ടിയിരുന്നു. ഞാനിങ്ങനെ ദൈവാത്മാവ് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. ഇപ്പൊ ഇതേ ബ്രദറിന്റെ വായുന്ന് തന്നെ അത് കേൾക്കാനിടയായി. ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവ് നന്ദി. പരിശുദ്ധാത്മാവേ തീർച്ചയായിട്ടും ദർശനങ്ങളെല്ലാം ഓരോ ദർശനങ്ങളൊക്കെ കാണുവാൻ കർത്താവ് സഹായിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ആമേൻ. അത് കൂടുതലും പ്രാർത്ഥിക്കുക, അത് വളരും. കർത്താവ് നിങ്ങളെ അതെല്ലാം വളർത്തും. കർത്താവ് കൃപാവരങ്ങളെ ജ്വലിപ്പിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങൾ? ബ്രദർ, എന്റെ പേര് സ്മിതയെന്നാണ്. പറഞ്ഞു. നേരത്തെ സുഭാഷ് എന്ന് പറഞ്ഞൊരു സഹോദരന്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് എന്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണോ കടന്നു വന്ന സിസ്റ്റർ? അടയാളം ശ്രദ്ധിച്ചായിരുന്നു സിസ്റ്റർ? അടയാളം നോക്കിയായിരുന്നു? ഞാൻ ഇപ്പം എനിക്കൊരു സഹോദരിയാണ് ഈ ലിങ്ക് ഇട്ട് തന്നത്. ഞാൻ ഇന്നാണ് ഇത് കയറാൻ പറ്റിയത്. ഓക്കെ. ഇപ്പൊ അതായത് ഒരു മീറ്റിങ്ങിനെ കുറിച്ച് അറിയുന്നു. ഓക്കെ, ഇപ്പോഴാണ് സൗകര്യ കയറി വന്നല്ലേ? സ്വോത്രം. അപ്പോൾ സൗകര്യ കേട്ടില്ല, മറ്റൊരാൾ അയച്ചു കൊടുത്ത ആലോചന കേട്ട സമയത്ത് പെട്ടെന്ന് സൗകര്യ കയറുവാണ്. അതിന് ശേഷമാണ് സൗകര്യ കയറിയത്, ആലോചന പറഞ്ഞതിന് ശേഷമാണ്. അപ്പം ആ സമയത്ത് സൗകര്യം ഇല്ലായിരുന്നു. സൗകര്യം അപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ഈ പ്രാർത്ഥന കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് കർത്താവ് ഇടപെട്ടൊരു അടയാളമുണ്ട്. ആ കുടുംബമായിട്ട് സുഭാഷുമായിട്ട് ബന്ധപ്പെട്ടൊരു അവസ്ഥ ദൈവം ഇടപെടുന്നുണ്ട്. അത് ഏറ്റെടുത്തോണം, പ്രാർത്ഥിച്ചോണം. കർത്താവ് ആ കാര്യങ്ങളെ അത്ഭുതമാക്കി മാറ്റാൻ ഇടയായിത്തീരും കേട്ടോ. തുടർമാനമായിട്ടും പ്രാർത്ഥനയെ പങ്കുചേരുക. കുടുംബത്തിൻ്റെ അവസ്ഥകളെ കർത്താവ് മാറ്റും. ആമേൻ. ഞാൻ മോനിയാണ്. പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ മോനി. എൽസ എന്ന് പറയുന്ന 2 മക്കളുടെ ഒന്നാമത്തെ പ്രയറില് എൽസ എന്ന മകളുടെ 2 തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് ബ്രദർ പറഞ്ഞു. അതെന്റെ ഇളയ മകന്റെ ബന്ധുക്കാരിയാണ് എൽസ, അമ്മായിമ്മയാണ്. എൻ്റെ ഇളയ അവര് ഡൈവേഴ്സിയാണ്. അവർക്ക് ബോധമില്ല. അവർക്ക് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ആ മകളെ ആക്കിയേക്കുന്നത്. അവൾക്ക് സുഖമില്ല, ഓർമ്മയില്ല. അവർക്ക് എല്ലാ തരത്തിലും അസുഖമാണ്. അപ്പൊ അവര് ഡൈവേഴ്സി ആണെന്നും ഞങ്ങള് പേപ്പറിൽ കണ്ട് പരസ്യം കണ്ടാണ് മകൻ കല്യാണം കഴിക്കുന്നത്. ഞങ്ങളെ എല്ലാവരും അറിയുന്ന വ്യക്തികളും വലിയ നല്ല വീട്ടുകാരുമാണ്. അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു. കഴിഞ്ഞ ഡിസംബറില് മകൻ, അവള് CA പഠിക്കുന്നു. അപ്പം ആ മകളുടെ എൽസയുടെ മൂത്ത മകന് 12 വർഷമായി കുട്ടികളില്ല. അപ്പൊ
അപ്പൊ ഞാൻ 1 വർഷമായി കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഈ മകന് വേണ്ടിയും വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ബ്രദർ പറഞ്ഞത്, എൽസായയുടെ ആണും പെണ്ണുമായ 2 മക്കളുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. അവർക്ക് 2 പേർക്കും മക്കളെ ദൈവം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ആമേൻ. 1, തീർച്ചയായിട്ടും 2 അതുപോലെ തന്നെ രണ്ടാമത്തേത് മോനിയെ തൊടുന്നു എന്ന് പറഞ്ഞു. അവളുടെ ശരീരത്തെ എല്ലാം ദീർഘായുസ്സും കൊടുക്കുന്നു, ശരീരത്തിലുള്ള എല്ലാ കുറവ് മാറ്റുന്നെന്ന് പറഞ്ഞു. അത് ഞാനാണ്. അപ്പോൾ അതും 1-ാമത്തെ പ്രയറിലായിരുന്നു അതും പറഞ്ഞത്. ഈ 2 കാര്യങ്ങളും ആ പ്രയറിൽ പറഞ്ഞു. പക്ഷെ ബ്രദർ ഒരു കാര്യം പറഞ്ഞു, പിന്നെ മരിച്ചു പോയവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന്. ഞാൻ അന്ന് രാത്രി ബ്രദറിന്റെ പ്രാർത്ഥന കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാഭിഷേകമുള്ളവളും ദിവസവും വചനം പറയുന്നവളുമാണ്. എനിക്ക് ദർശനവും എല്ലാ കാര്യങ്ങളുണ്ട്, ഭാഷാപരമുണ്ട്. പക്ഷെ എൻ്റെ പ്രാർത്ഥന ജീവിതത്തെ മുടക്കിയിട്ടിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് ഞാൻ പ്രാർത്ഥിക്കുന്നതോ മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ വരുന്നതോ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അന്ന് കാണുകയാണ്, ഞാൻ ഒരാളുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഏർലി മോർണിംഗ് നെക്സ്റ്റ് ഡേയിൽ കാണുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിന് ജീവൻ പ്രാപിക്കുന്നു, അത് ഉയർത്തെഴുന്നേൽക്കുന്നു. ഉടനെ എൻ്റെ ഭർത്താവ് കൊച്ചിന്റെ തള്ള ഖബറിൽ കിടന്ന് കരയുന്നു. അപ്പൊ എൻ്റെ ഭർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നു. പക്ഷെ ആ സ്ത്രീ ഈ കുട്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന നിർത്തിയിട്ട് ഞാൻ ആ സ്ത്രീയോട് പറയുന്നു, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, ഇനി നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി സർട്ടിഫൈ ചെയ്യുക, ദൈവത്തിന് നന്ദി പറയുക എന്ന്. ഇത് സ്വപ്നമാണ്, ഞാൻ ഇത് കണ്ടു. അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയിൽ ബ്രദർ പറഞ്ഞു, മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വചനം പറഞ്ഞ് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന്. അതും അന്നത്തെ പ്രാർത്ഥനയിൽ നടന്ന അത്ഭുതങ്ങളാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് ആ സ്ത്രീയോട് പറയുകയാണ്, ഇല്ലില്ല ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് പോകാൻ പറ്റുകയില്ല, കുറച്ചുകൂടെ സമയം എടുക്കട്ടെ എന്ന്. കാരണം എൻ്റെ ഭർത്താവാണ് എൻ്റെ പ്രാർത്ഥനയെ നടത്താൻ അനുവദിക്കാത്തത്. എൻ്റെ വീട്ടിൽ 15 വർഷത്തോളം പ്രാർത്ഥനയ്ക്ക് ആളുകൾ വരുമായിരുന്നു, അത് നിർത്തിച്ചു. അതിനുശേഷം ഞാൻ വചനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്ന ദൈവം കേൾക്കുന്ന വചനങ്ങൾ എനിക്ക് കാണാപ്പാഠം പറയുവാൻ എനിക്ക് സാധിക്കും. ആ ദൈവം കൃപ തന്നു. അപ്പോൾ പ്രാർത്ഥനക്കാരോട് ഞാൻ പറയും, എന്നെ ദൈവം കാണിച്ചു തരും ഇന്നവർക്ക് ഇന്ന വചനം കൊടുക്കാൻ. ഞാൻ വചനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ വരാതായി. അപ്പൊ ഞാൻ വിചാരിച്ചു, അത് തന്നെ നല്ല കാര്യം. അവരാഗ്രഹിക്കുന്നത് ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച്, ഇപ്പം ബ്രദർ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും കണിയാന്മാരെ പോലെ പറയാനും അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവനാമം ഘോഷിക്കുക എന്നുള്ളതാണ് ദൈവം എനിക്ക് പരിശുദ്ധാത്മാവ് തന്നതിന്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും പ്രിയ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കും. പറഞ്ഞതുപോലെ കർത്താവ് ആലോചനകൾ ഇടപെട്ടതുപോലെ തന്നെ എനിക്കറിയാം, ഒത്തിരി പറയാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ സമയം പരിമിതി ഉള്ളതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ നമുക്ക് വിശാലമായിട്ട് തന്നെ കേൾക്കാൻ കർത്താവ് ഇടയാക്കും. ഈ ദിവസങ്ങളിൽ കർത്താവ് ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് പ്രാർത്ഥന കേൾക്കുന്ന സമയത്താണ് യൂട്യൂബിൽ ആലോചന ഇടപെട്ടത്, അടയാളങ്ങൾ കേൾക്കുന്നത്. ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ദൈവം വ്യക്തമായിട്ട് ഇടപെട്ട് അതിൻ്റെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി, സാഹചര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞെല്ലാം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ വെറുതെ വചനം കേൾക്കുന്നവരല്ല, വചനത്തിൻ്റെ ശക്തിക്കകത്താണ് നിൽക്കുന്നത്. ഇതൊരു സ്പിരിച്വൽ കവറിങ് ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്ത്, ലോകത്തിൽ ഏത് അറ്റത്തിലാണെങ്കിലും എവിടെ ഇരുന്നാണ് ഇത് കാണുന്നതെങ്കിലും നിങ്ങളെ കർത്താവ് നിങ്ങളുൾപ്പെടെ വലിയൊരു കവറിങ്ങിൻ്റെ അകത്ത് നിർത്തിയിരിക്കുക. ഇതിൻ്റെ അകത്ത് വലിയൊരു പ്രത്യേകതയുണ്ട്, പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരമുണ്ട്. നമ്മുടെ മിടുക്കോ കഴിവോ അല്ല, കർത്താവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു സിസ്റ്ററെ. എന്ത് പറഞ്ഞു? ഒരു മിനിറ്റ്, ഒരാൾ പറയുമ്പോൾ മറ്റാൾ
പറഞ്ഞു സിസ്റ്ററെ. ഞാൻ 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. സ്കൂൾ വിട്ട് വന്ന തളരുന്ന പോലെയായിരുന്നു ദേഹം. ഒന്നും പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഈ പ്രയറിൽ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി എനിക്ക് പ്രയർ കഴിഞ്ഞോട് കൂടിയിട്ട് എനിക്ക് പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ശക്തമായ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് പ്രയർ കഴിഞ്ഞിട്ട് കുറേ സമയം എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റി ബ്രദറെ. അപ്പൊ എന്റെ ക്ഷീണവും വിട്ടുപോയി, നല്ലൊരു ഉന്മേഷവും എല്ലാം എനിക്ക് വന്നു തന്നെ തന്നെ ഈ പ്രയർ കഴിഞ്ഞോടുകൂടെ തന്നെ. ദൈവം ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് പ്രിയ മകളെ തൊട്ടത് നന്ദി, ആ ക്ഷീണമൊക്കെ വിട്ടുമാറി സൗഖ്യമാക്കി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവേ. ഹലോ ബ്രദറെ, ഇന്ന് ബ്രദർ സംസാരിച്ചപ്പോ പറഞ്ഞു ബ്രദറെ, കേൾക്കുന്നുണ്ട്. ബ്രദറെ ഒരു സെക്കൻഡ് ബ്രദർ പറയുമ്പോൾ മറ്റൊരാളെല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞു ബ്രദറെ, എന്നിട്ട് നമുക്ക് അതിന് ശേഷം പറയാവേ. ഒരു യാത്ര കൊണ്ട് ജീവിതം മൊത്തം ദുരിതത്തിലായി എന്ന് പറയുന്ന കാര്യം ഇന്ന് ബ്രദർ ഒരു ആലോചന പറഞ്ഞു. നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നിങ്ങൾ വെറുതെ നമ്മളൊരു പ്രാർത്ഥന കൂട്ടായ്മയാണ്, ആവശ്യമില്ലാത്ത വാക്കുകൾ ബ്രദർ അത് പറയുന്നത് കേട്ടില്ല. നിങ്ങളത് ബ്രദറെ, ഞാൻ ബ്രദറിനെ മാത്രം മ്യൂട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ബ്രദർ പറഞ്ഞു, മ്യൂട്ട് മാറ്റി പറഞ്ഞു. ഈ 12S എന്നുള്ളതല്ലേ ബ്രദറിൻ്റെ പേരിട്ടേക്കുന്നത്? 12S എന്നല്ലേ? ഒരു സെക്കൻഡ്, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട് ബ്രദറെ, പറഞ്ഞു. മ്യൂട്ട് മാറ്റിക്കൂ. ബ്രദർ എനിക്ക് മ്യൂട്ട് മാറ്റി കേൾക്കാൻ പറ്റും. ബ്രദർ മ്യൂട്ട് മാറ്റിക്ക്. പറഞ്ഞുകൊണ്ടിരുന്ന ബ്രദർ ഏതാന്നിരുന്നു? എനിക്ക് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പേരുകൾ കറക്റ്റായിട്ട് സേവ് ആകാത്ത ചിലപ്പം. ഹലോ ബ്രദറെ, ഒരു മിനിറ്റ്, പറഞ്ഞുകൊണ്ടിരുന്ന ബ്രദർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ബാക്കിയുള്ളവരെല്ലാവരും മ്യൂട്ട് ചെയ്ത് ഞാൻ ബ്രദർ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ആൾ പറയാവേ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ബ്രദർ ഈ 12S എന്നുള്ള പേരാണ് ഇട്ടിരുന്നത്, അതാണോ? ഓക്കെ, ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് വന്നത്. ഓക്കെ, അടുത്ത ആൾ പറഞ്ഞു. ബ്രദർ ഇനി ഒന്നുകൂടെ പറയാം. ഞാനിപ്പോൾ മ്യൂട്ട് എല്ലാവരും മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റിയിട്ട് എല്ലാവരും പറയുമ്പോഴാണ് കുഴപ്പം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ബ്രദറെ. ഇന്ന് ബ്രദർ സംസാരിച്ചപ്പോ ഒരു യാത്ര കൊണ്ട് ജീവിതമാകെ അവതാളത്തിലായി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഒരിക്കല് കുവൈറ്റിന് ഗൾഫിൽ പോയതായിരുന്നു. 2015 പോയത്. അവിടെ ചെന്ന് മെഡിക്കൽ അൺഫിറ്റ് ആയിട്ട് എന്റെ പാസ്പോർട്ടില് സീൽ ചെയ്ത് തിരികെ വരുന്നു. പിന്നീട് ഒരിക്കലും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ കുറിച്ച് ബ്രദർ ഇന്ന് സംസാരിച്ചു. തീർച്ചയായിട്ടും ബ്രദറെ, ആ ഒരു എല്ലാ തടസ്സങ്ങളെയും കർത്താവ് ഇന്ന് മാറ്റുകയാണ്. ഇന്ന് ആലോചന കേട്ട് കർത്താവ്, ഞാൻ ആലോചനയെ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ആ വ്യത്യാസത്തെ ഞാൻ കാണുമെന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞത് എടുത്തോണം. ഇപ്പോൾ ഈ നിമിഷം മുതൽ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും കേട്ടോ. ആമേൻ. കർത്താവ് വണ്ടിയിലേക്കട്ടെ ബ്രദറെ. ആമേൻ. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ എന്റെ മോന് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ബ്രദറെ. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും കുറച്ച് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞപ്പോ അവന് മൂത്രം സ്വയം പോണില്ലായിരുന്നു. അപ്പൊ മൂത്രം പോയതിനു ശേഷം ICU കടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കുറെ നേരം വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടും മൂത്രം പോണുണ്ടായിരുന്നില്ല. എന്നിട്ട് ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞു ട്യൂബ് ഇടാന്ന്. അങ്ങനെ ട്യൂബ് ഇട്ടപ്പോ ട്യൂബ് ഇട്ട് എന്റെ ഭയങ്കര വേദനയായി. ട്യൂബ് ഇട്ടിട്ട് തന്നെ അവൻ അങ്ങനെ ICU പുറത്തേക്ക് റൂമിലേക്ക് വന്നെങ്കിലും കൂടിയും ഒട്ടും പറ്റണില്ല. എനിക്ക് ഭയങ്കര വേദന എടുക്കണേ, ട്യൂബ് വരണം എന്ന് പറഞ്ഞുള്ള ഇതായി. അപ്പൊ ഞാൻ ഇവിടെ റൂമില്, ഇതൊരു ക്രിസ്ത്യന്റെ ആസ്പത്രിയാണ്, ഇവിടെ റൂമില് യേശുവിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആ ഫോട്ടോയിൽ നോക്കി ഞാനിങ്ങനെ മോന്റെ തലയിലൊക്കെ കൈവച്ച് ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. അവന് സൗഖ്യം കൊടുക്കണം യേശുവെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇനി ട്യൂബ് ഇടാതെ തന്നെ അവന്റെ മൂത്രം പോണം എന്നും ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ അങ്ങനെ യേശുവിന്റെ അനുഗ്രഹത്താൽ
നടക്കാതെ തന്നെ ഒരു 2 മണിക്ക് ശേഷം ട്യൂബ് ഇല്ലാതെ തന്നെ മൂത്രം പോയി. ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സമാധാനമായിട്ടിരിക്കുന്നു ബ്രദറെ. യേശുവിന് നന്ദി പറയണേ ബ്രദറെ. നന്ദി കർത്താവ്. ഇന്ന് കർത്താവ് കൊടുത്ത ആ സൗഖ്യത്തിന് നന്ദി. അത് പോരെ കർത്താവ്, ആ വേഗത്തിൽ തന്നെ മകൻ അത് ഡിസ്ചാർജായി വീട്ടിൽ ചെന്ന് ഇനി അവൻ്റെ ജീവിതത്തിൽ ആ ഓപ്പറേഷൻ നിമിത്തത്തിന് എന്തേലും ഉണ്ടായിട്ടുണ്ട് കർത്താവ്, അതൊന്നും അവനെ അഫക്റ്റ് ചെയ്യാതെ ഇന്ന് കേട്ടത് ഒരു തുടക്കം മാത്രം കർത്താവ്, പൂർണ്ണമായി വലിയൊരു അനുഭവമായിട്ട് അവൻ്റെ ജീവിതം മാറട്ടെ. കർത്താവ് കൊടുത്ത ആ അത്ഭുതത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വണ്ടിയിലേക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ഹലോ ബ്രദർ, പറഞ്ഞു സിസ്റ്ററെ. ഒരു രതീഷ് രമേശ് എന്ന് പറഞ്ഞില്ലേ, രതീഷ് നമ്മുടെ ഏട്ടന്റെ മോനാണ്. കേട്ടില്ല, ഒന്നുകൂടെ പറയാവോ? രതീഷ് എന്നുള്ളത് ഏറ്റെടുത്തോണ ചേട്ടൻ്റെ മോനാന്ന് പറഞ്ഞല്ലേ? എനിക്ക് ഏട്ടന്റെ മോനാണ്. തീർച്ചയായിട്ടും ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ ഇന്ന് അത്ഭുതമാക്കി തീർക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് അവിടെ പോയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഞാൻ ഇതെല്ലാം ആലോചന കേൾക്കുമ്പോൾ ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു അങ്ങ് എന്താണോ ഇടപെട്ടത് അത് ഈ ദിവസങ്ങളിൽ അതിനെ കാണാൻ, അതിൻ്റെ റിസൾട്ട് കാണുവാൻ കർത്താവ് എങ്ങ് ഇടയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് ആ കുടുംബത്തെ നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി ആ കുടുംബത്തെ ദൈവം മാറ്റും കേട്ടോ. ആ കുടുംബത്തെ നിങ്ങൾക്ക് ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താമസിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് മാറും കേട്ടോ. ഓക്കെ. ബ്രദറെ, എന്തോ പറഞ്ഞു? ഞാനൊരു പ്രാർത്ഥന ആവശ്യം ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു ബ്രദറെ. ബ്രദർ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല. സിസ്റ്റർ ഒന്നും കൂടെ എനിക്കത് ഞാൻ പറഞ്ഞില്ല, അതൊന്ന് ഒന്ന് റീസെൻഡ് ചെയ്താൽ മതി. ആ പ്രാർത്ഥന റിക്വസ്റ്റ് കേട്ടോ. ലേറ്റ് ആയിട്ടുള്ളതെല്ലാം ഒന്നും കൂടെ റീസെൻഡ് ചെയ്താൽ മതി. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പം എന്റെ ഇളയ മോനെ, അവനിപ്പം അവന് പറഞ്ഞാല് 2-3 ആഴ്ചക്ക് മുമ്പ് എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. കാരണം ഞാനത് അത്ര മൈൻഡ് ചെയ്തില്ല. പിന്നെയാണ് ഓർത്തത് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന്. അത് മോനിങ്ങനെ രാവിലെ പെടല് വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് സാധാരണ ഇങ്ങനെ വരുമ്പോ എന്തെങ്കിലും വിക്സ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോലെ പെട്ടെന്ന് എനിക്ക് ബ്രദറിന്റെ ഈ വചനം കേട്ട് ഞാനിങ്ങനെ തിരുമുറിവിനാൽ സൗഖ്യമാട്ടെ, നമുക്ക് ജീസസ് ക്രൈസ്റ്റിൽ അതോറിറ്റി ഉള്ളവരാണ്. അപ്പൊ ഞാൻ അവനാണെങ്കിൽ എല്ലാ ചെറിയ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യപ്പോൾ തന്നെ. അപ്പൊ അവനും ഇങ്ങനെ പറഞ്ഞ യേശുവിന്റെ തിരുമുറിവ് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് മൈൻഡ് ചെയ്തില്ല. പിന്നെ അവൻ ഗെയിം കളിക്കാനൊക്കെ ഇരുന്ന് ഞാനപ്പോ ഇടയ്ക്ക് ചോദിച്ചു മോനെ മാറിയോന്ന് വെച്ചപ്പോ അത് സഡൻലി മാറി മാമി എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര അതിശയായി. പിന്നെ ഇവൻ ഉണ്ടായെന്ന് വെച്ചാൽ മൂത്ത മോൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവുന്നുണ്ടായില്ല. അപ്പം ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോയിട്ട് അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഹസ്ബൻഡിന് ഇത് എന്തോ കുറവാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ഒരു ചെറിയ പെൻ പോലത്തെ ഒരു മെഷീൻ തന്നുകൊണ്ട് നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നൊക്കെ പ്രഗ്നന്റ് ആവുമെന്നൊക്കെ അറിയാൻ പറ്റും അഡ്വാൻസ് ആയിട്ട്. അപ്പൊ ഞാൻ ഈ ഇത് ചിരിക്കണ മുഖമാണെങ്കിലും ഓക്കെയാണ്. അപ്പൊ സാഡുള്ള മുഖം വന്നു കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പൊ ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ ഈ സാഡ് മുഖമാണ് എനിക്ക് എപ്പോഴും വന്നത്. പക്ഷേ എനിക്കറിഞ്ഞൂടാ, പിന്നത്തെ മാസം പ്രഗ്നന്റ് ആയി. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു കുട്ടിയാണ് അവൻ. അപ്പൊ അവന് ജീസസിനോട് ഭയങ്കര ഒരു ഇതാണ്. ഞാൻ എന്തു പറഞ്ഞാലും വചനമൊക്കെ ആണെങ്കിൽ അവന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ സാക്ഷ്യമാണ്. ഇപ്പൊ ബ്രദർ പറഞ്ഞ വചനം തന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയാണ് എനിക്ക് അവന്റെ ഒരു ബർത്ത് എപ്പോഴും തോന്നുന്നത്. എങ്ങനെയോ ഹസ്ബൻഡിനും അതിശയായി പോയി. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ചെറിയൊരു കാര്യമാണല്ല, സാക്ഷി എപ്പോഴും പറയണം. ഒരു സാക്ഷ്യം പോലും മിസ്സാക്കല്ലേ. സിസ്റ്റർ ഓർത്തുകൊണ്ടോ പെടലിവേന വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ആ വചനം അങ്ങ് ഓർത്ത് എനിക്ക് അധികാരം. 2 കാര്യമാണ്. എനിക്ക് വചനം ഓർത്തു, 2 എനിക്ക് അധികാരമുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ഓർത്തോണം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ ബ്രദറിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ എനിക്ക് എപ്പോഴും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കും. അതാണ് ഈ വചനത്തിൻ്റെ ശക്തി. സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, കർത്താവ് യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമുണ്ട്, അത് ഞാൻ അവകാശിയാണ്, എനിക്ക് അധികാരമുണ്ട്. 2 കാര്യമാണ്. എന്നിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞ് സഡൻലി ആ വേദന അവിടെ നിന്ന് അപ്രതീക്ഷമായി. ഇപ്പോൾ മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ആ വചനം ഉപയോഗിച്ചാൽ മതി, ആ വിത്തൊന്ന് വിതച്ചാൽ മതി. നിങ്ങളിലൂടെ എന്ത് ചെയ്യും? പലപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രദർ വന്ന് പ്രാർത്ഥിക്കുക നല്ലതാണ്, പക്ഷേ എപ്പോഴും ബ്രദർമാരെ കിട്ടിയെന്ന് വരത്തില്ല. അവരും തിരക്കിലായിരിക്കും. പക്ഷെ നിങ്ങൾക്കും അധികാരമുണ്ട്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവെ കൊടുത്ത സാക്ഷ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗസൗഖ്യത്തിൻ്റെ റിസൾട്ട് കാണുന്ന ഒരു കാര്യം ഓർത്തോളം, നിങ്ങളിൽ അപ്പം മുതൽ രോഗശാന്തിയുടെ കൃപാവരം ആക്റ്റീവായിട്ടുണ്ട്. നിങ്ങളത് രോഗികൾക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അത് ജ്വലിച്ചു വരുവാൻ ഇടയായിത്തീരും. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. ചെറിയ വേദനകളും വലുതും ആയിക്കോട്ടെ, എല്ലാത്തിനും വേണ്ടിയും പ്രാർത്ഥിച്ചോണം. അത് കൂടുതൽ ജ്വലിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? സ്തോത്രം ബ്രദറെ. പറഞ്ഞു ബ്രദറെ. ഈ രതീഷും ഈ രമേശ് എന്നും പറഞ്ഞ എൻ്റെ കൂട്ടുകാരാണ്. രതീഷിന് സാമ്പത്തികമായിട്ടൊരു സ്ഥാപനം നടത്തുകയാണ്, അതിന് ഇച്ചിരി ഡള്ളാന്ന് പറഞ്ഞു. പിന്നെ രമേശ് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ തലമുറയില്ല. ഇവർ രണ്ടുപേരും നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബ്രദർ അത് പ്രാർത്ഥിച്ചോണം. ഞാൻ പറഞ്ഞല്ലോ, ആലോചനകൾ ഇടപെടുമ്പം അത് നിങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. അവർ കേൾക്കും. നമ്മൾ ഇന്ന് അവരെ അവകാശം പറഞ്ഞു, കർത്താവ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന കർത്താവിനെ ദൈവം ഇടപെട്ടതാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരേ പേര് തന്നെ പല അടയാളത്തിലൂടെ ഒരേ അടയാളം നിങ്ങൾക്ക് വെളിപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബ്രദർ അത് ആ വ്യക്തിയിലൂടെ ആണല്ലോ ഇടപെട്ടത്, ആ വ്യക്തി അങ്ങനെയല്ല. ഒരേ അടയാളം ഒരേപോലെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവം ഒരേപോലെ ഇടപെടുന്നതാണ്. കാര്യം നമ്മൾ ഒത്തിരി ആൾക്കാരിൻ്റെ അകത്തുണ്ട്, ദൈവത്തിന് അറിയാം. അതുകൊണ്ട് സഹോദരൻ ഈ സമയത്ത് അവരോട് പറയണം, കർത്താവ് സുവിശേഷം പറഞ്ഞത് അതൊരു വിത്താണ്, ദൈവം ഇടപെട്ടതാണ്. അവരുടെ മനസ്സ് മാറ്റി ഈ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും, ഒരുമിച്ച് ഞങ്ങൾ ആരാധിക്കുമെന്ന് വിഷൻ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അത് ചെയ്യും കേട്ടോ. പിന്നെ ഒരു യാത്ര കൊണ്ട് എല്ലാം പോയെന്ന് പറഞ്ഞില്ലായിരുന്നു? ബ്രദറിനും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു യാത്ര കൊണ്ട് എനിക്ക് എല്ലാം പോയി, എൻ്റെ വീടും പോയി, നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കിട്ടിയത് യേശുവിനെയാണ്. ആ സിസ്റ്ററാണ് ഇപ്പോൾ ആ സൂമിലുള്ള സുഭാഷ് എന്ന് പറഞ്ഞ ആ സിസ്റ്ററാണ് യേശുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചത്. തീർച്ചയായിട്ടും ആ സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞാൽ ഒരേ ആലോചന പലരിലും വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. പ്രിയ ബ്രദർ പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ ആ നഷ്ടപ്പെടലിൽ നമുക്ക് യേശുവിനെ എവിടെ നിന്നോ കിട്ടി. അങ്ങനെയെങ്കിൽ യേശുവിനെ കിട്ടിയെങ്കിൽ നഷ്ടപ്പെട്ടത് കർത്താവ് പറഞ്ഞ് 100 മടങ്ങ് മടങ്ങി കിട്ടുമെന്ന് പറഞ്ഞത്. എന്നാൽ ബ്രദർ പറഞ്ഞ പോലെ തന്നെ യേശുവിലേക്ക് കൊണ്ടുവരാൻ ഒരു മുഖാന്തരം ഉണ്ടായി. ആ സഹോദരി ഒരു അനുഗ്രഹമാണ്. നമ്മളൊരാളെ യേശുവിലേക്ക് കൊണ്ടുവരുമ്പം എത്ര ഭാഗ്യ പദവിയാണെന്നറിയാം നമ്മൾ ചെയ്യുന്നത്. ഒരാളെ യേശുവിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, നമ്മളെ നോക്കി യേശുവും സ്വർഗവും ഒക്കെ സന്തോഷിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ വളരുക, ആലോചനകൾ ഏറ്റെടുക്കുക. ഒരേ ആലോചന ഒരേ അടയാളങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോണം. നിങ്ങൾ വ്യത്യസ്തമായിട്ട് കർത്താവ്, നിങ്ങൾ ഒരു സെയിം സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ ഇടപെടുന്നത്. ഏറ്റെടുത്തോണം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയുകയാണേ. പാസ്റ്റർ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ഒരു ജനലിന്റെ വെളിയിൽ ഞങ്ങളുടെ വീടിന്റെ മതിലുണ്ട്. മതിലിന്റെ താഴെ ഒരു വസ്തുവുണ്ട്. അത് വാഴ വിത്തുമൊക്കെ, വാഴകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഓർത്തു, എൻ്റെ ഈ ജീവിതം എവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. കാരണം വെളിയിലോട്ട് പോകാൻ എനിക്ക് ഒക്കുന്നില്ല, ഒരു കൂട്ടായ്മയ്ക്ക് പോകാൻ ഒക്കുന്നില്ല. എൻ്റെ മോടെ ഒരു കൊച്ച്, ഡിസേബിൾ ആയിട്ടുള്ള ഒരു കൊച്ചാണ്, 12 വയസ്സുണ്ട്. അതിനെ നോക്കി ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആശുപത്രി പോവും, അതെങ്ങനെയും അങ്ങ് പോവും, അല്ലാതെ എനിക്കൊന്ന് മുറ്റത്തോട്ടിറങ്ങാൻ പോലും ഒക്കാതെ ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ട് ഞാൻ ഇരുന്ന് ചിന്തിച്ചു. അതാണ് പാസ്റ്റർ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും കർത്താവ് മോഡം. തീർച്ചയായിട്ടും ദൈവം എത്ര വിശ്വസ്തനാന്ന് നോക്കിയാൽ, ദൈവം നമ്മൾ കാണുന്നത് പോലും, ഞാൻ പറഞ്ഞില്ല, നമ്മൾ കാണുന്നത് പോലും കർത്താവ് കാണുന്നുണ്ട്. പ്രിയാൻറ്റി പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ മോനെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. ഇങ്ങനെ പ്രാർത്ഥിച്ചോണം, കർത്താവെ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും ദൈവത്തിന് ഡിസേബിളായ മോനെ നോർമലാക്കാൻ പറ്റും. മരിച്ചതിനെ ഉയർപ്പിക്കാൻ പറ്റുന്ന ദൈവത്തിന് ഇത് കഴിയത്തില്ലേ? ഒരു ഡെഡായ ബോഡി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ജീവനറ്റ് മരവിച്ച് കുറേ ദിവസം കഴിഞ്ഞാൽ ജീർണിച്ച് ഭൂമിയോട് ചേർന്ന്, നമുക്കറിയാം 4 ദിവസം വന്ന് നാറ്റം വന്ന ഡെഡ് ബോഡീനെ കർത്താവ് വെറുതെ പേര് വിളിച്ച് ലാസറേ ഇങ്ങ് വാന്ന് പറഞ്ഞ ഉടനെ ആ ജീവനില്ലാത്ത നാറ്റം വന്ന് ജീർണിക്കാൻ തുടങ്ങിയ ഡെഡ് ബോഡിക്ക് ജീവൻ വെക്കാൻ പറ്റുമെങ്കിൽ ഡിസേബിളായിട്ടുള്ള മോൻ സൗഖ്യമായിരിക്കും. കർത്താവ് ഇടപെട്ടതാണ്. നിങ്ങൾ ജനലിലേക്കൂടെ നോക്കേണ്ടതും, നിങ്ങളുടെ നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാണുന്നോ, നിങ്ങൾ എന്തൊക്കെ മനോവികാരത്തിലൂടെ കടന്നു പോകുന്നോ, അതൊക്കെ പരിശുദ്ധാത്മാവ് തൻ്റെ ആത്മാവിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ന് മനസ്സ് വിഷമിച്ചിരിക്കുന്ന സകലതും യേശു ചെയ്യുമെന്ന് നമ്മോട് ഉറപ്പിക്കുന്ന സൗരി ആൻറ്റി അത് ഏറ്റെടുത്തോണം. മോന് വേണ്ടി ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോണം. അവൻ നോർമലായിട്ട് വരും, അവൻ രാജ്യങ്ങളുടെ പ്രവാചനായി വരും. അവനെ വെച്ച് അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. ജാതികളുടെ മധ്യ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. ആ മകൻ്റെ പേര് പറഞ്ഞിട്ട് പറയണം, അവനെ കാണുന്നവരൊക്കെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട മകനെന്ന് പറയും. കൈവച്ച് തലേ കൈവച്ച് അങ്ങ് പ്രാർത്ഥിച്ചോണം. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം വിശ്വസ്തൻ, ആലോചനയിൽ മാറാത്തവൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ?
പറഞ്ഞു. ഹലോ ബ്രദറെ, കേൾക്കാമോ? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഇന്നലെ ഇതുപോലെ രാവിലെ ഞാൻ ഈ ബെഡ് റെസ്റ്റിൽ കിടക്കും, ഞാനൊന്ന് വീണ്, ബാത്റൂമിൽ നിന്ന് വീണ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലായിരുന്നു. ഇപ്പൊ എനിക്ക് ഇച്ചിരി വേദന കുറവുണ്ട്. ഞാൻ ഈ പ്രയർ ഒരു ദിവസം പോലും കേൾക്കാതിരിക്കതൊക്കെ ഞാൻ നേരത്തെ ഫോൺ ചാർജ് ചെയ്ത് ഒരു 9 മണിയാവുന്നതിന് മുമ്പേ ഞാൻ കയറാൻ നോക്കിയത്. അങ്ങനെ ഞാൻ ഇന്നലെ ഇതുപോലെ എനിക്കാണെങ്കിൽ രാവിലെ തൊട്ട് ഒരു സൈഡ് അങ്ങ് വേദനയായിരുന്നു, ഇടത് സൈഡ്. അന്നേരം ഞാൻ വചനം ചൊല്ലിക്കൊണ്ടിരുന്നു രാവിലെ തൊട്ട് ഈ പ്രയർ കയറുന്നിടം വരെ വേദന ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞത്, യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് അത്ഭുതമുണ്ട്. പിന്നെ എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇതെല്ലാം എന്റെ അവകാശമാണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിരുന്നു. ഇന്നെന്തുവായാലും വെളുപ്പിനെ ആയപ്പോഴത്തേക്കിന് എനിക്ക് പരിപൂർണ സുഖം, സൗഖ്യം തന്നു എന്റെ ദൈവം. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് വയ്യായിരുന്നു എനിക്ക്. ഞാൻ അന്നിട്ട് ഇറങ്ങി നടന്നു നോക്കി. എന്നാലും ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് ഈ ബാഗ് ഇട്ടോണ്ട് വേണം ജോലി ചെയ്യാനും പിന്നെ നടക്കാനും ഒക്കെ. പക്ഷെ ഞാൻ ബാഗ് ഊരി വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അത് എനിക്കൊരു ഡൗട്ട് വന്നു, ഇനി ബാഗ് ഇടാത്തോണ്ടാണോ? എന്നാലും ഞാൻ ബാഗ് ഇടാതെ തന്നെ ഞാൻ നടന്നു. ഇന്ന് ഞാൻ ബാഗ് ഇട്ടിട്ടേ ഇല്ല. ആ ബാഗ് ഇടാതെ തന്നെയാണ് ജോലി ചെയ്തതും എല്ലാ കാര്യവും. ജോലി അങ്ങനെ കഠിനമായിട്ട് ഞാൻ ചെയ്യുന്നില്ല, വെയിറ്റ് ഒന്നും എടുത്തുകൂടാ. എന്നാലും അടുക്കള പണിയെല്ലാം ഞാൻ ചെറുതായിട്ട് പിള്ളേർക്ക് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അത്ഭുതം നടന്നു. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയ കാര്യം നിങ്ങൾ കേട്ടത് ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്റർ കിടന്ന കിടപ്പിൽ കിടക്കുമായിരുന്നു, പക്ഷെ വേദനയുണ്ടായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ രോഗസൗഖ്യത്തിൻ്റെ വചനം പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ഇതെൻ്റെ അവകാശമാണ്. ഇനി രോഗികളായിട്ട് ഈ ലോകരാജ്യത്തിൽ എവിടെയെങ്കിലും രോഗക്കിടക്കിടക്കുന്നവരെ ഞാൻ ഇങ്ങോട്ട് പറയുന്നു, അവിടെ കിടക്കാൻ പറ്റത്തില്ല. ഇനി മനസ്സിലായോ? നിങ്ങൾക്ക് ആ രോഗക്കിടക്കയിൽ ഇനി കിടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എണീറ്റേ പറ്റത്തുള്ളൂ. യേശു മുറിവേറ്റു. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതെൻ്റെ അവകാശമാണ്, ഇതെൻ്റെ അവകാശമാണ് യേശുവിൻ്റെ സൗഖ്യം. അത് പറഞ്ഞുകൊണ്ടിരുന്നു. സിസ്റ്റർ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേട്ടല്ലോ കാര്യങ്ങളൊക്കെയും. അതില്ലാതെ, സപ്പോർട്ടില്ലാതെ, ഒന്നുമില്ലാതെ എണീറ്റ് നടന്നു, ജോലി ചെയ്തു. വേദന ഒരു തരി പോലുമില്ല. യേശു പരിപൂർണമായി സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവേ, അങ്ങ് പ്രിയമക്ക് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഹല്ലേലൂയ. എന്തോ പറഞ്ഞു? സ്തോത്രം. എന്റെ ജോലിയിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുവാണ്. പറഞ്ഞു. പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്തൊരു ഏഞ്ചൽ വന്നിരിക്കുന്നായിരുന്നു, കണ്ടു. അത് പറയാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കർത്താവിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുക, അത് വലിയൊരു അനുഭവം കേട്ടോ. ഞാനത് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ സ്പിരിച്വൽ എൻകൗണ്ടറിലേക്ക് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇരുന്നിടത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. ആമേൻ. അത് വലിയൊരു അനുഭവം സിസ്റ്ററെ. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ വിഷൻസ് കാണുമ്പോൾ, ദർശനം കാണുന്നതൊക്കെ പോലെ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ വലിയ സാന്നിധ്യം. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ഇതേപോലെ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുറിക്കകത്ത്, ഞാൻ ഇരിക്കുന്ന ഈ മുറിയേക്കാളും വലിപ്പത്തിൽ വളരെ ഉയരത്തിലുള്ള ഒരു കർത്താവിൻ്റെ ഒരു ദൂതൻ എൻ്റെ മുറിക്കകത്തോട്ട് കയറി വന്നു. സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയും. കാരണം അത് വലിയ അനുഭവം. ഞാൻ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഒത്തിരി ആൾക്കാർ എങ്ങനെ ദൂതന്മാരെ കണ്ട അനുഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്കത് വിശ്വസിക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇടയിൽ ഇപ്പം ഈ കേൾക്കുന്ന പ്രവചന വരങ്ങളായിക്കോട്ടെ, ദൈവത്തിൻ്റെ രോഗസൗഖ്യ വരങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഇടപെടുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ദൈവം നമ്മുടെ ഇടയിൽ അയക്കും. ബ്രേസ്റ്റർ പറഞ്ഞ പോലെ ദൂതൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു അനുഭവം ഇപ്പോൾ ഉണ്ടായി. അതേപോലെ നിങ്ങളും ഞാനാ പറഞ്ഞു എപ്പോഴും വലിയ പ്രതീക്ഷ. നമ്മളിങ്ങനെ പ്രശ്നത്തിൻ്റെ നടുവിലല്ല നിൽക്കുന്നത്, ദൈവത്തിൻ്റെ അകത്താണ് നമ്മളിരിക്കുന്നത്. പ്രശ്നത്തിൻ്റെ അകത്തല്ല, ദൈവത്തിൻ്റെ അകത്താണ്. ഇതേപോലെ നമുക്ക് എൻകൗണ്ടർ ഉണ്ടാവും. പ്രിയദൂസനാൻറ്റി പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ ദൂതൻ അടുത്തു വന്നു. അത് കാണുവാനും ഇപ്പം തൊടുന്ന രീതിയിൽ അനുഭവിക്കുവാനും കർത്താവ് ഇടയായിത്തീരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ എനിക്ക് ഒന്നിലധികം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ ദൂതന്മാരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതും ഞാൻ പറയുകയാണ്, നിങ്ങളും പ്രാർത്ഥിച്ചോണം. ചുമ്മാ നമുക്ക് ഊഹാപോഹമല്ല, എനിക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും, കറക്റ്റായിട്ട് നമുക്കതിനെ അനുഭവിക്കാവുന്ന രീതിയിൽ കർത്താവിൻ്റെ ദൂതന്മാർ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചോണം. നമ്മൾ ഈ ദൂതൻ നിൻ്റെ കാല് കല്ല് തട്ടി പോകാതിരിക്കണം, ദൂതനോട് കൽപ്പിച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന എന്തുവാ, കാണാത്ത അപ്രതീക്ഷിതമായിട്ട് നിൽക്കുന്ന, നല്ല നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത് നമ്മൾ വരുന്നുണ്ട് ആ ഒരു തലത്തിലേക്ക്. അതാണ് ഞാൻ തുടക്കത്തിൽ ഇന്ന് ആ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്.
അപ്പം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ വിഷൻസുകളെ, നിങ്ങളുടെ സ്പിരിച്വൽ ഐസിനെയൊക്കെ ഓപ്പൺ ആകുന്ന രീതിയിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വന്നു പോയി നിൽക്കുന്ന ആൾക്കാരെ ഞാൻ നിർബന്ധിക്കുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹമുള്ളവരോട് ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ ഇടയായിത്തീരും. പ്രിയ കർത്താവ് വലിയൊരു അനുഭവമാണിത്. പ്രിയ ആൻ്റെ ഇത് ഷെയർ ചെയ്തതിനായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവേ, സ്തുതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും അങ്ങനെ പ്രാർത്ഥിക്കാൻ, ഇതേപോലെ കർത്താവിൻ്റെ എൻകൗണ്ടറുകൾ ഇനിയും വർദ്ധിക്കുവാൻ പ്രാർത്ഥിക്കും. ഒന്നും നമുക്ക് വൺസ് വന്നാൽ പിന്നെ അത് വന്നുകൊണ്ടിരിക്കും. അതൊരു ഡോർ ഓപ്പൺ ആയിരിക്കുന്നതാണ്. പ്രാർത്ഥിച്ചോ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. ഇന്ന് ഒരു പാസ്പോർട്ടിന്റെ നമ്പർ 614 ഒരു 3 നമ്പറും കൂടെ പറഞ്ഞായിരുന്നു. എന്റെ പാസ്പോർട്ടിന്റെ നമ്പർ 614ഉം എന്റെ അത് ഇഷ്യൂ ആയത് 2013-ലാണ്, 33-ലാണ് എക്സ്പയർ ആകുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 100 days ആയി ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാക്സിമം 90 days എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് 21-ാം തീയതി ഫിനിഷ് ആയി. അപ്പൊ 100 days അയച്ചു. അപ്പൊ ഞാൻ ഇത് എന്തായി ഇങ്ങനെ ഒരു ഇച്ചിരി ടെൻഷനിലായിരുന്നു. അപ്പൊ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സിസ്റ്റർ എന്നോട് ഈ പാസ്പോർട്ട് നമ്പറും എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 1 മാസം കഴിഞ്ഞപ്പോ ഇങ്ങനെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ ഈ പാസ്പോർട്ട് കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല, ഒരു വഴിയില്ല. ഞാൻ ചെന്നൈയിലാണ്. ആമേൻ സിസ്റ്റർ. അപ്പം ഞാൻ UK-യിലാണ്, സിസ്റ്റർ ചെന്നൈയിലാണ്. അപ്പോൾ സിസ്റ്റർ പാസ്പോർട്ടിലുള്ള നമ്പർ ദൈവാത്മ വെളിപ്പെടുത്തിയിട്ട് തമ്പുരാൻ പറഞ്ഞു അതേ സീല് വീഴാൻ പോവാന്ന് പറഞ്ഞു. സിസ്റ്റർ ഈ ദിവസങ്ങളിൽ പാകുലപ്പെട്ടിരിക്കുകയാണ്. ദൈവം എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കർത്താവ് എന്തെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ വിമർശിക്കുന്ന ആൾക്കാർ കർത്താവിനെയും പാസ്പോർട്ട് നോക്കി നടക്കുന്നതാണോ പരിപാടി എന്ന് ചിലർ കളിയാക്കും. ദൈവം എന്തും നമ്മളോട് വെളിപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ട്. ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുമെന്ന് പറയുന്നത് എല്ലാം ഉണ്ട്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ പാസ്പോർട്ടിൽ നമ്പർ നമുക്കറിയാം. എനിക്കും പാസ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം പാസ്പോർട്ട് ഉണ്ട്. എല്ലാവരുടെയും പാസ്പോർട്ട് ഒരേപോലെയാണോ? എല്ലാവരുടെയും പാസ്പോർട്ട് നമ്പർ ഒരേപോലെയാണോ? അല്ല. എല്ലാവരുടെയും പാസ്പോർട്ട് ഒരേപോലെയല്ല, എല്ലാവർക്കും വ്യത്യസ്തമാണ്. അപ്പം ആ നമ്പർ കർത്താവ് വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ ഉറപ്പിക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും കർത്താവ് നമുക്കത് ചെയ്തു തരുമെന്നൊക്കെ ദൈവം നമുക്ക് ഉറപ്പിച്ചു തരും. ഞാൻ പറഞ്ഞില്ല, വെറുതെ കർത്താവ് അനുഗ്രഹിക്കുന്ന വാഗൊണ്ട് പറയുമല്ല, ദൈവം നമുക്ക് ഉറപ്പിച്ചു തരുക. തൻ്റെ കൃപാവരങ്ങളിലൂടെയും ആലോചനയിലൂടെയൊക്കെ ദൈവം നമുക്ക് ഉറപ്പിച്ചു തരുക. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ഇടയിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കർത്താവ് കൈവിടത്തില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയോടെ ഇരുന്നാണ് ദൈവം ഇടപെട്ടത്. പറഞ്ഞു സിസ്റ്ററെ. ആക്ച്വലി ഞാൻ ഈ പാസ്പോർട്ട് ഇങ്ങനെ തടസ്സമായതിന്റെ പേരിലാണ് ഇങ്ങനെ എന്റെ മമ്മി ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ തപ്പിയാണ് ഇങ്ങനെ ഈ പ്രാർത്ഥന കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രദർ പറഞ്ഞ ഒരു അമ്മ ആകുലപ്പെട്ട ഒരു റിൻസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് ആക്ച്വലി എന്റെ മമ്മി എന്നെ വിളിക്കുന്നത് റിൻസിന്നാ. ഓക്കെ. സിസ്റ്റർ ഇട്ടേക്കുന്ന പേരെന്തുവാ? സിസ്റ്റർ ഇട്ടേക്കുന്ന പേരെന്താ ഇതിനകത്ത്? രശ്മി ജോൺസൺ. അത് വലിയ കാര്യം കേട്ടോ. സിസ്റ്ററുടെ പേര് റിൻസി എന്നാണ്. പക്ഷെ സിസ്റ്റർ ഇവിടെ അത് പറഞ്ഞ് ഞാൻ സാക്ഷ്യം ബ്രദറിന് ഞാൻ വാട്സാപ്പിൽ അയച്ചായിരുന്നു. അത് കണ്ടില്ലായിരുന്നു. എന്നാലും പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഉണ്ട്. എന്നിട്ട് ബ്രദർ പറയുന്ന മെസ്സേജ് കേട്ടിട്ട് ഞാൻ ഓർക്കും വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം ഇടപെടുമെന്ന്. ഇന്നലെ ആകുമ്പോൾ ഒത്തിരി വിഷമമായിരുന്നു. അപ്പൊ ഇന്നലത്തെ മെസ്സേജ് അങ്ങനെയായിരുന്നു, വിഷമിക്കരുത്, എഗൈൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന്. അങ്ങനെ എനിക്ക് ഒത്തിരി ശക്തി കിട്ടി ബ്രദറിന്റെ ഈ മെസ്സേജ്. ഇന്നും കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ ബ്രദറിന്റെ മെസ്സേജ് കേൾക്കുന്നത്. അത് വലിയൊരു സാക്ഷി തന്നെ കേട്ടോ. ദൈവാത്മാവ് യൂട്യൂബിൽ വീഡിയോ തപ്പുന്ന സമയത്താണ് പെട്ടെന്ന് ആ യൂട്യൂബിൽ കാണാനായപ്പോൾ റിൻസീനെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സഹോദരിയെ അമ്മ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൂടിയതാണ് സിസ്റ്റർ. എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ പരാതി പറയുന്ന പോലെ തന്നെ പല പ്രാർത്ഥനാ വിഷയങ്ങളും ഓപ്പൺ ചെയ്തിട്ടില്ല. അതവിടെ കിടക്കുവാണ് ഇപ്പോഴും. ആ സാക്ഷ്യം ഞാനും കണ്ടില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും സിസ്റ്റർ ഇട്ടേക്കുന്ന പേര് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ സൂമിൽ കാണുന്നവർക്ക് കാണാൻ പറ്റും. ആ പേര് ഇട്ടേക്കുന്ന വേറെ പേരിലാണ്. പക്ഷേ കർത്താവ് ആ വിളിപ്പേര് ദൈവം വെളിപ്പെടുത്തി. ഇന്ന് കർത്താവ് ആ നമ്പർ വെളിപ്പെടുത്തി ദൈവം ഉറപ്പിച്ചു കൊടുത്തു. ദൈവം തൊടാൻ പോവാണ്, കർത്താവ് ഇടപെടാൻ പോവാണ്. അങ്ങനെയെങ്കിൽ സിസ്റ്റർ ധൈര്യത്തോടെ ഇരുന്നാണ്. യേശു കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയും, ഇത് കേൾക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ട്. നമ്മളെ ഇതെല്ലാം കേൾപ്പിക്കുന്ന നമ്മുടെ കൂടെ യേശു ഉണ്ടെന്ന് നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, എനിക്കൊരു രോഗമുക്തി കിട്ടിയ കാര്യം പറയാനാണ്. തീർച്ചയായിട്ടും പേര് ലക്ഷ്മി.
ഞാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രയർ മീറ്റിങ്ങിൽ സൂമിൽ കയറിയത്. ഞാൻ ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ് കയറിയത്. എനിക്ക് ഒരു നീ ഇഞ്ചുറി ഉണ്ടായിരുന്നു, ലിഗമെന്റ് ഇഷ്യൂ ആയതാണ്. അപ്പം എനിക്ക് മുട്ട് മടക്കി ഇരിക്കാനോ സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പഠിക്കാൻ എക്സാം ആണ് എനിക്ക് 6th. അപ്പോൾ എനിക്കിരുന്ന് പഠിക്കാനോ എനിക്ക് വർക്ക് ചെയ്യുമ്പം അവിടെ ഇരുന്ന് പേഷ്യൻസിനെ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാല് ഭയങ്കര പെയിനായിരുന്നു. എനിക്ക് അമ്മ പറഞ്ഞെങ്കിലും അമ്മ പറഞ്ഞ ഒരു ഇതിലാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ കയറി ഒരു ദിവസം സംസാരിച്ചു. ഞാൻ ഈ പ്രയർ എല്ലാം കേട്ടു. അതിനുശേഷം എനിക്ക് പെയിൻ ഉണ്ടായിട്ടില്ല. എൻ്റെ 2 കാലിലും ലിഗമെന്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇത് വർഷങ്ങളായിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷെ ഇതെല്ലാം മാറി. എനിക്ക് ഇന്ന് മൊത്തം ഞാൻ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സ്റ്റെപ്പ് കയറാനോ അല്ലെങ്കിൽ മുട്ടുമടക്കി ഒരുപാട് നേരം 12 മണിക്കൂർ ഇരിക്കാനോ ഒന്നും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. അപ്പം അത് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ബ്രദർ എക്സാമിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് 6th എക്സാം ആണ്. ഒരുപാട് മിറാക്കിൾസ് എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഏറ്റെടുക്കുകയാണ്. തീർച്ചയായും. എത്ര വർഷമായിട്ട് ലിസിലൊക്കെ വേദന ഉണ്ടായിരുന്നു? എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? എനിക്ക് ഞാൻ ഒരു 10 വർഷത്തിലധികമായിട്ടുണ്ട്. പിന്നെ എനിക്ക് അടുത്തൊരു 6 മാസം മുമ്പാണ് എനിക്ക് അഗെയിൻ വീണ്ടും എൻ്റെ മുട്ട് പോയി ഇടിച്ച് വീണ്ടും പെയിൻ ആയിട്ട് എനിക്ക് സ്റ്റെപ്പ് കയറാനോ വർക്ക് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഇത് ഒരു ദിവസം കൊണ്ട് മാറി. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ടും ഞാൻ ഇന്ന് പ്രയറിന് എനിക്ക് ഇരുന്നിട്ട് ഞാൻ എന്തായാലും പറഞ്ഞേ പറ്റൂന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരുന്ന് പറഞ്ഞത്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ സഹോദരി ഒരു ഡോക്ടറാണ്, പഠിക്കുന്ന ആൾ തന്നെയാണ്. ഇതിനകത്ത് ഒത്തിരി ഡോക്ടർമാരുണ്ട്. നമ്മുടെ ഡോക്ടർ രാകേഷ് ഉണ്ട്, അല്ലാതെ ഒത്തിരി ഡോക്ടർമാർ എന്നെ കാണുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് പങ്കുചേരുന്നവരുണ്ട്. യൂട്യൂബിൽ അതുപോലെ ഡോക്ടർമാർ ഒത്തിരി പേര് കയറുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർക്കറിയാം ഒരു കാര്യം മാറുമ്പം ഒരു രോഗത്തിൻ്റെ അവസ്ഥ, അതിൻ്റെ കാഠിന്യം. 10 വർഷമായിട്ട് പ്രിയ സഹോദരി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ. 10 വർഷമായിട്ട് വേദനയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അത് മാറിയെന്ന്. അതേപോലെ യേശു തൊട്ടു, ആ 2 കാലുകളെയും കർത്താവ് സൗഖ്യമാക്കിയ ഒരു ഡോക്ടർ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ, ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, നമ്മുടെ സൗഖ്യം യേശു മുറിവേറ്റത് എനിക്കും നിങ്ങൾക്കും അവകാശമാക്കി തരാൻ വേണ്ടിയാണ്. വിട്ടുകൊടുക്കരുത്. ഒരു രോഗത്തോടും കോംപ്രമൈസ് ചെയ്യല്. കർത്താവ് യേശു ജീവിക്കുന്നു. സിസ്റ്ററെ അനുഗ്രഹിച്ച് നമുക്ക് കർത്താവെ പ്രിയമകളുടെ ആ മുന്നോട്ടുള്ള പഠനത്തിൽ കർത്താവ് അനേകരെ, ഇതൊരു ഡോക്ടറായിട്ടാണ് നിൽക്കുന്നതെങ്കിലും കർത്താവെ ആ ഡോക്ടർ പദവിയിൽ നിന്നുകൊണ്ട് തന്നെ അനേകരുടെ സുവിശേഷം പറയുന്നത് യേശുവിനെ ഉയർത്തുന്ന ഒരു മകളായി തീരട്ടെ. ഏറ്റവും നല്ല വൈദ്യൻ, ഏറ്റവും വലിയ വൈദ്യൻ യേശുവാണല്ലോ. കർത്താവിനെ ഉയർത്തുവാൻ ഇടയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ 1-2 മിനിറ്റിനുള്ളിൽ നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ പയ്യെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് നാളെയും കണ്ടിന്യൂസ് ആയിട്ട്, എനിക്കറിയാം സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇതിന് ശേഷവും പോകണം. അതുകൊണ്ട് നമ്മളൊരു കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തും. ഒറ്റ സാക്ഷ്യം പോലും നിങ്ങൾ പറയാതിരിക്കരുത്. തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 1 മിനിറ്റ്. ഏതാ സിസ്റ്ററെ? ക്ലിയർ അല്ല. പറഞ്ഞോ സിസ്റ്ററെ, പറഞ്ഞോ. ആ കേൾക്കുന്നുണ്ട് സിസ്റ്റർ. മോഹിനി അതെ അതെ അതെ. അത് എന്റെ മോന്റെ കടയിൽ നിൽക്കുന്ന പയ്യനാണ്. 38 വയസ്സായ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ മോനോട് പറയണം, അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അവനോട് പറയണം, 38 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടില്ല, ശരത്ത് ദൈവാത്മ വെളിപ്പെടുത്തിയതാണ്, അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. എന്നിട്ട് പറയണം, കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ യേശു നിനക്ക് അത്ഭുതകരമായ ഭാവിയെ തുറക്കുമെന്ന് പറയണം. അങ്ങനെ തന്നെ ധൈര്യത്തോടെ പറഞ്ഞോണം. നിങ്ങൾക്ക് തെളിവുണ്ട്. നമുക്കിപ്പോൾ ഈ ലൈവിൽ വരുന്ന ഈ പ്രാർത്ഥനകളൊക്കെ റെക്കോർഡിംഗ് ആണ്, അതെല്ലാം തെളിവുകളുണ്ട്. അത് കേൾപ്പിക്കണം, പറയണം, കർത്താവ് നിൻ്റെ സ്ഥിതിയെ മാറ്റും. ധൈര്യത്തോടെ പറഞ്ഞോണം. സിസ്റ്ററെ പറയണം, കർത്താവ് അത്ഭുതം ചെയ്യും കേട്ടോ. ഏറ്റെടുത്ത് പോയി പ്രാർത്ഥിച്ചോ. ഇന്നു മുതൽ പ്രാർത്ഥിച്ചോ. കർത്താവ് അദ്ദേഹത്തോട് പറയാം. ചിലപ്പം കേൾക്കാൻ പറ്റുന്നൊരു മൈൻഡ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു അവസരത്തെ ദൈവം ഒരുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഒരുക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മോഹിനി സിസ്റ്റർ, എനിക്ക് റേഞ്ച് ക്ലിയർ അല്ല. അവിടെ വീട്ടിൽ അവരെ ഏട്ടൻ്റെ ഒരു മകനുണ്ട്. ആ കുട്ടി ഒരു പൊട്ടൻ കുട്ടിയാണ്.
അവരോടും ഞാൻ യേശുവിനെ പറ്റി പറഞ്ഞു. അവരതിന് കൂട്ടാക്കുന്നില്ല. വേണ്ട ബ്രദർ സിസ്റ്റർ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് എനിക്കൊരു അവസരത്തെ അവർ കേൾക്കാനും അവരത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരത്തെയും കൂടെ ദൈവമേ അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിച്ചോണം. ദൈവം അങ്ങനെ ഒരുക്കും കേട്ടോ. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ബ്രദറെ കർത്താവ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിച്ചോളാം. സിസ്റ്റർ ധൈര്യമായിട്ടിരുന്നോണം. എനിക്കൊരു കഴിവില്ല. ഞാൻ മറ്റുള്ള തീർച്ചയായിട്ടും സിസ്റ്ററെ കർത്താവ് ഒരുക്കും. സിസ്റ്ററെ എനിക്കറിയാം സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്റർ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അതെല്ലാം ചെയ്യും. സിസ്റ്റർ ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി കർത്താവ് അവസരങ്ങൾ എനിക്ക് അവരത് കേൾക്കാനും വിശ്വസിക്കാനും എന്നൊക്കെ ഒരു അവസരത്തെ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ചോണം. അവരത് അക്സെപ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും മോൻ സിസ്റ്ററെ കർത്താവ് അത് ചെയ്യും കേട്ടോ. കർത്താവ് അത്ഭുതമാക്കി തന്നെ മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഉണ്ട് ദേവദാസനെ. ദേവദാസനെ പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞാട്ടെ. വേഗത്തിൽ പറഞ്ഞു. ദേവാസൻ പറഞ്ഞില്ലയോ, പിന്നെ ഒരു വീട് കാണിക്കുന്ന ആ വീടിന്റെ ബെഡ്റൂമിലെ പിന്നെ ഒരു ജനലിന്റെ അവിടെ നിന്ന് കാട് കാണാമെന്നൊക്കെ. അതെ അതെ പറഞ്ഞു. കാട് കാണാൻ അവിടെ ഈ റോസ് കളറിലെ കർട്ടൻ ഒക്കെ ഉണ്ടെന്ന്. അത് എന്റെ വീടാ ദേവാസനെ. അത് അവിടെ ഇത് ജനലും ഉണ്ട്. അതിന്റെ ആ ജനലിന്റെ നേർക്ക് ഒരു പറമ്പ് കിടപ്പുണ്ട്. ആ പറമ്പ് ഭയങ്കര കാടായി കിടക്കുക. അപ്പൊ ആ കാടെന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടം. അതിന്റെ ഈ വള്ളിയെല്ലാം കൂടെ നമ്മുടെ പറമ്പിലോട്ട് ഇങ്ങനെ കേറിയൊക്കെ. അപ്പൊ അത് ഞാൻ എന്നും കണ്ടിങ്ങനെ ഭാരപ്പെടുക. ഈ കാട് ഇങ്ങനെ അത് നമ്മുടെ മുറ്റത്തോട്ട് ഇങ്ങനെ കാട് കേറി. അത് കാരണം നമുക്ക് ഭയങ്കര ഭാരമാണ്. അത് ഞാൻ ഇന്ന് അവരുടെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. നിങ്ങൾ വന്ന് എന്തെങ്കിലും ചെയ്യണോന്ന് പറയുവാൻ ഇടയായി. അപ്പൊ ഇത് ദേവാസന്റെ കൂടെ കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ഈ റോസ് കട്ടൻ അവിടെ ഉണ്ടോ? ഈ ജനലിലുണ്ടോ? ഉണ്ട് ദേവാസനെ ഉണ്ട്. ഞങ്ങള് റൂമില് ഈ എന്താ റോസ് കർട്ടനും ഉണ്ട്, ജനലും ഉണ്ട്. സ്വോത്രം. കർത്താവ് എത്രത്തോളം ജനല് തുറക്കത്തില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ അവിടെ പുറത്തു പോയി എപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കും. ഈ കാട് ഇങ്ങനെ കിടക്കുന്നു. ഈ പറമ്പ് പണ്ട് ഞങ്ങളുടേതായിരുന്നു. അത് പിന്നെ കൈമാറി ഇങ്ങനെ പോയതാ. കർത്താവ് അതെല്ലാം കാണുന്നുണ്ട്. ആൻറ്റി അത് പ്രാർത്ഥിച്ചോണം. ദൈവം ഞാൻ പറഞ്ഞില്ല ഞാൻ നിങ്ങളുടെ വീട്ടിലോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ കർത്താവ് നിങ്ങളുടെ വീടിൻ്റെ അകത്തെല്ലാം കാണുന്നുണ്ട്. ദൈവാത്മാവെല്ലാം അറിയുന്നുണ്ട്. കർത്താവ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് ദൈവം നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ വിഷയങ്ങളെ കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഒന്നും വിട്ടുകൊടുക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചോണം. ദൈവം അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. അത്ഭുതമാക്കി തന്നെ കർത്താവ് അത് മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സഹോദരി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദേവദാസിനെ പറഞ്ഞു സിസ്റ്ററെ. ഹലോ, ദേവദാസിനെ പറഞ്ഞത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ദേവദാസിന്റെ സൂമിൽ കയറുന്നത്. ഞാൻ ഒരാഴ്ച ആയുള്ളൂ ഇത് കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ നമ്മുടെ ഫിനാൻഷ്യലിനെ കുറിച്ചുള്ളത് ഞാൻ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ദേവദാസൻ പറഞ്ഞ വചനം ഞാൻ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ദൈവം എനിക്ക് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു എന്ന് ഇന്നലെ ഞാൻ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഒരു 6:45 ആയപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, 8,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ദേവദാസിനെ ഞാനൊരു മുദ്ര ലോൺ എടുത്തിരുന്നു. ഇതിനു മുമ്പ് എനിക്ക് മിറക്കിൾ പണം 55,000 രൂപ എനിക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മെസ്സേജിൽ കണ്ടു. എനിക്ക് ആ ലോണ് ഒരു 24,000 രൂപ ഞാൻ അടച്ചിട്ടുള്ളായിരുന്നു. ബാക്കി മുഴുവനും ഇങ്ങനെ ഈ മിറക്കിൾ പണത്തിലൂടെ തന്നെ അടഞ്ഞുപോയി. ഇന്നലെ എൻ്റെ ലോൺ ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞിട്ടും കൂടി മെസ്സേജ് വന്നു. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നിങ്ങൾ ഈ മിറക്കിൾ മണി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സിസ്റ്റർ പറഞ്ഞല്ലോ അക്കൗണ്ടിൽ ലോൺ അടയ്ക്കാൻ ഉണ്ടായിരുന്നു, പക്ഷേ അക്കൗണ്ടിൽ പൈസ ഇല്ല. തുടക്കത്തിൽ സിസ്റ്റർക്ക് 50,000 രൂപ അക്കൗണ്ടിലോട്ട് വന്നത് എവിടെ നിന്നാണെന്നൊന്നും അറിയത്തില്ല. രണ്ടാമത് അതുപോലെ തന്നെ അത് തന്നെ ലോൺ അടഞ്ഞു പോവുക. ആലോചിച്ച് നോക്കി, പൈസ ഇല്ല അടയ്ക്കാൻ, പക്ഷെ തന്നെ അക്കൗണ്ടിൽ വന്നിട്ട് ലോൺ അടഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇതിനെ വിമർശിക്കുന്നവർ പറയും കർത്താവ് ഇങ്ങനെ ചുമ്മാ പൈസ ഇട്ട് കൊടുക്കുമോ. ഞാൻ ചോദിച്ചോട്ടെ, മീനിൻ്റെ അകത്ത് പത്രോസ്ലീഹായ്ക്കും യേശുവിനും വേണ്ട ടാക്സ് അടയ്ക്കാനുള്ള പൈസ ദൈവത്തിന് വെക്കാമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലും കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? മിറക്കിൾ മണിയെ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് തുറക്കാൻ ദൈവത്തിൻ്റെ. ഞാൻ മിറക്കിൾ മണിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഇതേവരെ എൻ്റെ കയ്യിൽ സ്വരൂപിച്ച് കൂട്ടാത്ത എൻ്റെ ദൈവത്തിലിരിക്കുന്ന മിറക്കിൾ മണികൾ എൻ്റെ അക്കൗണ്ടിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ദൈവം പറഞ്ഞ ധനവും മാനവും പുരാതന സമയത്ത് ഞാൻ അധ്വാനിച്ചാൽ ഇത്ര ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കി. ധനവും മാനവും പുരാതന സമ്പത്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല.
ഇതൊക്കെ എനിക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ അത് പല രീതിയിൽ വരും. എൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കും, എൻ്റെ പോക്കറ്റിൽ വന്ന്, ഞാൻ പോക്കറ്റിൽ കണ്ടിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പലരുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് കേട്ടപ്പോൾ എടുക്കുന്നു, കർത്താവിന് തുറക്കാൻ പറ്റും. ആ സാമ്പത്തിക വിടുതലിൻ്റെ വചന സിസ്റ്റർ കേട്ടുകൊണ്ടിരുന്ന് പറഞ്ഞു കേട്ടോ. അത് കേൾക്കണം, പിന്നെയും പിന്നെയും കേൾക്കണം. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇങ്ങനെ ഒത്തിരി സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കുറേ സീരിയസ് പോലെ കിടക്കുന്ന ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂൻ്റെ വചനം താഴെ കിടപ്പുണ്ട്. അതൊക്കെ കേൾക്കണം. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകും. ഫിനാൻഷ്യലി സാമ്പത്തിക ഗുരുക്കത്തിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കെട്ട് പൊട്ടും. നിങ്ങൾ എത്ര വലിയ ഞെരുക്കത്തിലാണെങ്കിലും വഴി ഇതുപോലെ തുറക്കും. നമ്മളെ അപ്പോൾ ചിന്തിക്കും ബ്രദറെ, ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ല അക്കൗണ്ടിൽ വന്നു, എവിടുന്നാന്ന് അറിയത്തില്ല, തന്നെ ലോൺ അടഞ്ഞു പോയി, അക്കൗണ്ടിൽ വന്നു തന്നെ അടഞ്ഞു പോയി, ഇതേപോലെ തന്നെ അടഞ്ഞു പോവും. ഒന്നും പേടിക്കണ്ട, കർത്താവ് അങ്ങനെ ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇനിയും വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സാക്ഷ്യം കൂടെ നമ്മൾ പറഞ്ഞിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ വേണ്ടി ഇവിടെ നാളെ ഇതിൻ്റെ ബാക്കിയുണ്ട്. ഈ തുടർമാനമായിട്ട് ഒരു സാക്ഷ്യം എന്നെ കേൾക്കുന്നവർ ഞാൻ പറയുന്നു, നിങ്ങൾ രോഗത്തിൻ്റെ മേൽ കൈവച്ച് സാക്ഷ്യം പറയൂ എന്നുള്ള വാശിയോടെ പ്രാർത്ഥിക്കണം. സാക്ഷ്യം കേൾക്കുന്നത് നമ്മൾ ആളെ കൂട്ടാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞാൽ ഈ സൂം ഇനി നിറഞ്ഞു തുളുമ്പിയാലും, യൂട്യൂബ് നിറഞ്ഞു തുളുമ്പിയാലും നമ്മൾ ഈ പരിപാടി നിർത്തത്തില്ല. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, അത്ഭുതം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ അത്ഭുതം നേടുന്ന വ്യക്തികൾ തിരിച്ചറിഞ്ഞാണ് യേശുവിനെ ഉയർത്താൻ കിട്ടുന്നൊരു അവസരമാണ് സാക്ഷ്യം പറയുന്നത്. അല്ലാതെ ബ്രദർ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയല്ല, യേശു ചെയ്തെന്ന് പറയാൻ വേണ്ടിയാണ്. കർത്താവിനെ ഉയർത്തിയാൽ അതിൻ്റെ അനുഗ്രഹം നമുക്ക് വേറെയാണ്, ദൈവം ചെയ്യും. ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ടോ ഒന്ന് പറഞ്ഞു പറഞ്ഞു. ഞാൻ രാവിലെ എണ്ണീച്ചപ്പോ എന്റെ ചെവിക്കാണേല് പിന്നെ കേൾവിയില്ല. ഒരു 2-3 മണിക്കൂറായിട്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒരു ഉച്ച വരെ. അപ്പം അന്നേരം ഞാൻ പാസ്റ്റർ പറഞ്ഞ വചനം ഓർത്തു, കർത്താവിന്റെ മുറിപ്പാടിന് എന്റെ ചെവിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവരോട് ഉച്ച വരെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു എന്റെ ചെവി തുറന്നു വരട്ടെ, ഇങ്ങനെ ഉച്ച വരെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ ചെവി ഒരു ശകലം പോലും കേൾക്കില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു ENT പോയി കാണാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പാസ്റ്റർ പറഞ്ഞില്ല, ആദ്യം വചനം പറയാം, 3 ദിവസം നോക്കിയിട്ട് പോകാം എന്നുള്ള ഐഡിയയിൽ ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് പിന്നെ ഉച്ചയായപ്പോഴത്തേന് ഞാൻ ഈ വചനം പറഞ്ഞ് ഉച്ചയായപ്പോഴത്തേന് പിന്നെ എൻ്റെ ചെവി തുറന്നു വന്നു. അതിനു മുമ്പേ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണേ. അതിനു മുമ്പേ എനിക്ക് പിന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ നട്ടലിന് ക്യാൻസർ പിടിച്ചു. അപ്പം അന്നേരം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ സങ്കീർത്തനം 50:15 ഇങ്ങനൊരു വാക്യമുണ്ട്, എൻ്റെ കഷ്ടകാലത്ത് ഞാൻ യഹോവയോട് നിലവിളിക്കും, അവൻ എന്നെ വിടിവിക്കും, ഞാൻ അവനെ മഹത്വപ്പെടുത്തും. ഈ വചനം ഞാൻ അങ്ങ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്ന് പറയാൻ 24 hours ഞാൻ ഈ വചനം പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും സ്കാൻ ചെയ്യാൻ അമൃതയിലായിരുന്നു. സ്കാനിങ് റൂമിൽ ചെന്നു കഴിഞ്ഞപ്പം പിന്നെ ആദ്യം അവർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. പിന്നെ 3, 4, 5 പ്രാവശ്യം അവരെന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും ക്യാൻസർ ഇല്ല. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി അന്ന് എനിക്ക് മനസ്സിലായതാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റർ പിന്നെ ഇങ്ങനെ വചനം പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് കൂടുതൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ ആത്മീയമായിട്ട് ഉയരാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ആ സാക്ഷ്യം ഇന്നൊന്ന് പറയാൻ വേണ്ടി ഞാനിപ്പം പറഞ്ഞത്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. 2 കാര്യങ്ങളും നിങ്ങൾ കേട്ടതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടായിരുന്നു. സഹോദരി വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ ക്യാൻസർ ചെയ്തപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ കണ്ടെത്തിയതാണ്. ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല. 2ാം പ്രാവശ്യം പോയി ചെക്ക് ചെയ്തു, വചനം പറഞ്ഞ് ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല. അവിടെ പൂർണ്ണമായിട്ട് ക്യാൻസർ മാറിയത് മാത്രമല്ല, ഇന്ന് കേട്ടതുപോലെ തന്നെ ചെവി അടഞ്ഞിരിക്കുമായിരുന്നു. ആദ്യം വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, പക്ഷേ ആദ്യം ഒന്ന് വചനം പറഞ്ഞ് നോക്കട്ടെ തീരുമാനിച്ചു. കർത്താവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യമുണ്ടല്ലോ, അത് പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ ഓർത്തോണ്ട് രാവിലെ മുതൽ ഉച്ച വരെ പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാതെ ഒരു തവണ പറഞ്ഞ് നിർത്തിയില്ല. ഇത് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നു. അതാ പറഞ്ഞു, വിതച്ചുകൊണ്ടിരുന്നു, വിത്തിട്ടുകൊണ്ടിരുന്നു. അവിടെ എന്ത് ചെയ്തു, കുറേ കഴിഞ്ഞപ്പം വെള്ളത്തിന് താഴാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം ചെവിക്ക് തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. വചനം അങ്ങോട്ട് നിറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വിഷയത്തിനോട് ഇരി. നമ്മുടെ മുറിക്കകത്തോട്ട് ഇപ്പം നിങ്ങൾ ഒരു മുറി കൊണ്ടുവന്നുള്ള ഒരു വലിയ എന്താ പറയുക, ഒരു അരിച്ചാക്ക് മൊത്തം നിറഞ്ഞു വെച്ചാൽ പിന്നെ മുറിയിൽ ഇടയുണ്ടാകത്തില്ലല്ലോ. വചനം അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ രോഗത്തിന് ഇരിക്കാൻ ഇടയില്ല. ഇതാ സംഭവിച്ചത്. ആ രോഗം സൗഖ്യമായിരിക്കുന്നു. ആമേൻ. കർത്താവ് തൊട്ടതിന് നന്ദി, സൗഖ്യം നടത്തിയതിന് നന്ദി. എൻ്റെ യേശുവേ, ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർമാനമായിട്ട് ഇനി സാക്ഷ്യങ്ങൾ കേൾക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും സാക്ഷ്യം കേൾക്കും. ഒരാൾ പോലും സാക്ഷ്യം പറയാതിരിക്കുന്നത് നിങ്ങളുടെ സാക്ഷി എനിക്ക് ഭയങ്കര വിലകോട്ടെ. ഇനി ആര് ബലപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കര വിലവാണ്. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയായിത്തീരും. അപ്പം ബ്രദറെ, ഒരു സാക്ഷ്യം ചെറുതാണെന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കരുത്. ചെറുതൊന്നും ഇല്ല സാക്ഷ്യം, എല്ലാ സാക്ഷ്യം വലുതാണ്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സൂമിലും ഫേസ്ബുക്കിലും ഒക്കെ യൂട്യൂബിലും ഒക്കെ ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളോട് ഞാൻ പറയുന്നു,
നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, വാട്സാപ്പിലേക്ക് അത് ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പ്രാർത്ഥന, ഈ സൂമിൻ്റെ ലൈവ് പ്രയറിൻ്റെ ലിങ്ക് കിട്ടും. അതിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ലൈവിലോട്ട് ക്ഷണിക്കുവാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ലൈവിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കേട്ടാൽ എനിക്കൊരു കാര്യം ചോദിച്ചാൽ അടയാളം കേൾക്കുമ്പോൾ നിങ്ങൾ ബ്രദർ എൻ്റെ വിഷയമാണ്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് തൊടാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ലൈവിൽ വരാൻ പറഞ്ഞത്. അല്ല നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നത് പിന്നീട് കേട്ടിട്ട് പിന്നെ എപ്പോഴേലും അതിൻ്റെ ബാക്കി ഭാഗം എനിക്ക് വാട്സാപ്പിലേക്കും, ഞാൻ ചിലപ്പോൾ ആ മെസ്സേജ് കാണുന്നത് 2 മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ലൈവിലാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം കേൾക്കാൻ പറ്റും. ഞാനിപ്പം വാട്സാപ്പിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ ഞാൻ പലപ്പോഴും പറഞ്ഞു നിറഞ്ഞു കിടക്കും. അത് ഞാൻ ചിലപ്പോൾ നോക്കി ചിലപ്പോൾ പിന്നെ ഇങ്ങനെ എന്താ പറയുക തിരമാല വരുന്ന പോലെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സമയപരിധി ഇതാകുമ്പോൾ നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ലൈവിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ ആരാധന. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആരാധന യേശു. എല്ലാവരും പ്രാർത്ഥിച്ചേ. ലൈവിൽ കാണുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ ഉണ്ടായി വരുന്നല്ലോ. സമൃദ്ധി ഉണ്ടാകട്ടെ, സൗഖ്യം നടക്കട്ടെ. വലിയ സൗഖ്യം കേട്ടതുപോലെ രോഗക്കിടക്കിൽ കിടക്കുന്ന ആരുടെങ്കിൽ ചാടി നിങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ മുറിവിനെ പറ്റി അറിഞ്ഞാൽ നിങ്ങൾ പറയണം എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, ഞാൻ എണീക്കും, ഞാൻ സാക്ഷ്യം പറയും. ഏത് രോഗിയായിക്കോട്ടെ, നിങ്ങളിത് കേട്ടുപോയോ പിന്നെ നിങ്ങൾ മസിൽ പിടിച്ച് നിൽക്കണ്ട. നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ഇനി രോഗിയെ നടക്കത്തില്ല. എൻ്റെ യേശുവിൻ്റെ മുറിവ് എനിക്ക് സൗഖ്യമാണ്. എൻ്റെ യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് ജയം കിട്ടാൻ വേണ്ടിയാണ്, ഞാൻ ഉയരാൻ വേണ്ടിയാണ്. കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്നത് ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ ചേരാൻ വേണ്ടിയാണ്. ആമേൻ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ലൈവിൽ കാണുന്നവർ അനുഗ്രഹിക്കുന്നു. സൂമിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മുടെ മുമ്പിൽ അത് തുറന്നു തരും. അസാധാരണമായ കാര്യങ്ങളിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വലിയ കാര്യങ്ങളെ ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ഗോഡ്